ഓക്കെ, വെരി ഗുഡ് ഈവനിങ് എവരി വൺ. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ ഇപ്പോ? അതെ സർ, അതെ അതെ. ഓക്കെ, ഗുഡ്. സോ നമുക്ക് ഈ ഒരു പ്രത്യേക ദിവസത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു പാരന്റിങ് സെമിനാർ നടത്താനും നമുക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. ഇത് കേൾക്കാനും നമുക്ക് ഡിസ്കസ് ചെയ്യാനും ഒക്കെ. അപ്പൊ നമുക്ക് കുറച്ചൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. പാരന്റ്സിന് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. പലപ്പോഴും എൻ്റെ പാരന്റിങ് ക്ലാസ്സുകളിൽ ചില പാരന്റ്സിന്റെ കോൺട്രിബ്യൂഷൻസ് എന്റെ പ്രസന്റേഷനെക്കാളിലും യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അഥവാ വളരെ ഭംഗിയായിട്ട് കുട്ടികളെ പല ചാലഞ്ചസും ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഇഫക്റ്റീവ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഒരു കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. പാരന്റ്സിന് പലപ്പോഴും പാരന്റ്സിനും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷനിൽ ക്ലാസ് എടുക്കുന്ന ആളുടെ അഭിപ്രായം മാത്രമല്ല, പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും വളരെ വാല്യൂബിൾ ആയിട്ടുള്ള സജഷൻസ് കിട്ടാറുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാന് ടെക്നോളജിക്കൽ ഡയറ്റ് എന്നുള്ള ടോപ്പിക്കിൽ ഏകദേശം ഒരു 100ഓളം പാരന്റ്സിന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ ഭംഗിയായിട്ട് പല പാരന്റ്സും അവരുടെ മക്കൾ അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പലപ്പോഴും പുതിയ പല ആശയങ്ങളും എനിക്ക് പോലും ആ സമയത്ത് പാരന്റ്സിന്റെ അടുത്തുനിന്ന് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലും അതുപോലെ പാരന്റ്സിനും മറ്റുള്ളവർക്കും ഒക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം നമ്മുടെ ഈ ഒരു സെമിനാറിൽ. ഓക്കെ, ഏതായാലും പാരന്റിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് പാരന്റിങ്ങിലൂടെയാണ്. നമ്മൾ ഒരു നെക്സ്റ്റ് ജനറേഷനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും അവർക്ക് നമ്മുടെ മക്കൾക്ക് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഫോം ചെയ്യുന്നത്, അവരെങ്ങനെ ലോകത്തെ കാണണം, അവരുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം, അവരുടെ സ്റ്റഡീസ് എന്തായിരിക്കണം, അവരുടെ കരിയർ എങ്ങനെയായിരിക്കണം, അവരുടെ സോഷ്യൽ കോൺട്രിബ്യൂഷൻസ്, സമൂഹത്തിന് അവരെന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അവരെ അവെയർ ആവുന്നതും ബോധവാന്മാരാവുന്നതും നാം അവർക്ക് പ്രസന്റ് ചെയ്യുന്ന പാരന്റിങ് ബേസ് ചെയ്തിട്ടാണ്. സുമയ്യ എന്ന് പറയുന്ന ആളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പാരന്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എപ്പോഴും നമ്മളൊരു ഒരുപാട് ക്ലാസ് എടുക്കുക എന്നുള്ളതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അപ്രോച്ചാണ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വലിയ ഫിലോസഫികളും തത്വങ്ങളും പറയുന്നതിന് പകരം ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക? ഓക്കെ, ഒരു ചില സമയത്തൊക്കെ നമുക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് വേണ്ടത്. കുറെ തത്വങ്ങളും അതുപോലെ പ്രസംഗങ്ങളും അല്ല നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഉപകാരപ്പെടുക. ഞാൻ വളരെ റീസെന്റ് ഞങ്ങളൊരു കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിളിൽ ഒരു ഇൻഡോർ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവരുടെ മക്കളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു കുട്ടി അവിടെ മൂത്രമൊഴിച്ചു. അപ്പം എന്താണ് ഇനി ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ആ ഒരു സിറ്റുവേഷനിൽ അവര് പരുങ്ങുന്നതും ബാക്കിയുള്ളവര് കഷ്ടപ്പെടുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കെ ഒരു പ്രായം ചെന്ന ഒരാള് ഒരു ചോദ്യം ചോദിച്ചു, വേറെ ട്രൗസർ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ഞാൻ രസകരമായിട്ട് പറയാണ്, അഥവാ ഒരു സൊല്യൂഷൻ ആണ് അത്. നമ്മൾ ചില സിറ്റുവേഷൻസിൽ ഫിലോസഫിയും തിയറിയും ഇതൊന്നും അല്ല ഇമ്പോർട്ടന്റ്, ജസ്റ്റ് ഒരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ രൂപത്തിലൊരു പ്രാക്ടിക്കൽ ഡിസ്കഷനിലേക്കാണ് ഈ ഒരു മീറ്റിംഗ് പോവേണ്ടത്. നമ്മുടെ കുട്ടികളുടെ സാഹചര്യം, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്, നമ്മൾ ഓരോരുത്തരും വളർന്നു വരുന്ന ആ ഒരു ഘട്ടങ്ങളെ നമുക്ക് പൊതുവെ ഒരു 3 രൂപത്തിൽ തരംതിരിക്കാം. ഒന്ന്, ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി 10 വയസ്സ് വരെയുള്ള സമയമാണത്. 10 വയസ്സ് വരെ കുട്ടികള്
നമ്മൾ പറയുന്നത്, രക്ഷിതാക്കളും മുതിർന്നവരും പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ്. എല്ലാം അനുസരിച്ചോളണം എന്നില്ല, പക്ഷെ അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയവരും മുതിർന്നവരും അതോറിറ്റി ഫിഗേഴ്സും പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു 10 വയസ്സ് വരെയുള്ള പ്രായം നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. ഇപ്പൊ നമ്മുടെ മക്കളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. 10 വയസ്സ് വരെ അവർ പാരന്റ്സ് എന്താണ് പറയുന്നത്, ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരതിന് ഒരുപാട് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അവരത് അംഗീകരിക്കാനും ഒരു വലിയ പരിധി വരെ തയ്യാറാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ അഡോളസെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പാരന്റ്സും അതോറിറ്റി ഫിഗേഴ്സും ടീച്ചേഴ്സും ഇങ്ങനെയുള്ളവരൊക്കെ ഈവൻ നിയമങ്ങളും ഇതിനോടൊക്കെ മുഖം തിരിക്കുന്ന ഒരു മനോഭാവം കുട്ടികളിൽ വളർന്നു വരുന്നു ഈ ഒരു സമയത്ത്. അത് കറക്റ്റ് 10 വയസ്സ് എന്ന് പറയല്ല, ഏകദേശം ഒരു ഏജ് റേഞ്ച് ആണ്. കാരണം ഈ അഡോളസെൻസ്, ആ പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പല കുട്ടികൾക്കും പല ഏജിലായിരിക്കും. അപ്പൊ പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി കുട്ടികൾക്ക് ഒരു ക്രിട്ടിക്കൽ മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അവര് രക്ഷിതാക്കളോടും മുതിർന്നവരോടുമൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ഈ ഒരു സിറ്റുവേഷനില് ആഷിക ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ആഷിക എന്ന് പറയുന്ന ആളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. സോ ഈ ഡിസിന്റഗ്രേഷന്റെ സമയം ഇത് ഒരു പരിധിവരെ ആവശ്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അഡോളസെന്റ് ഏജിലേക്ക് എത്തുമ്പോൾ, അവര് പ്രായപൂർത്തിയാവുന്ന സമയത്ത് അവരുടെ ബുദ്ധിയും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അഡോളസെന്റ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഓട്ടോണമിയോട് കൂടി, സ്വാശ്രയത്വത്തോടു കൂടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കുന്ന ഒരു പ്രായമാണ്. അതേസമയം ഇന്റഗ്രേഷന്റെ സമയം 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ സ്വയം ജീവിക്കാൻ പ്രാപ്തനാവുന്നതോടുകൂടി നാച്ചുറലി ഈ കുട്ടികളിൽ ക്രിയാത്മകമായിട്ടും ക്രിട്ടിക്കലിയും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അവരുടെ ബ്രെയിനിൽ വരുന്നുണ്ട്. അപ്പൊ ഈ വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള ആ ഒരു എബിലിറ്റി ന്യൂറോ ബയോളജിക്കലി അവർ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി അവർക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ചോദ്യം ചെയ്യാനുള്ള ഒരു മനോഭാവം തോന്നും. അങ്ങനെ ഒരു മനോഭാവം കുട്ടികളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ കുറെയൊക്കെ പോസിറ്റീവായിട്ട് കാണേണ്ടി വരും. കാരണം അത് കുട്ടികളുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇങ്ങനെ രക്ഷിതാക്കളോടും അതുപോലെ അതോറിറ്റി ഫിഗേഴ്സിനോടും ഒരു നിലക്കും എതിർപ്പ് പ്രകടിപ്പിക്കാത്ത കുട്ടികൾക്ക് ഒന്നിരിക്കൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നുള്ളതായിരിക്കാം അതിനുള്ള കാരണം. ഇപ്പൊ ഉദാഹരണത്തിന് മെന്റൽ റിട്ടാർഡേഷൻ പോലെയുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് പലപ്പോഴും ഈ ഡിസിന്റഗ്രേഷൻ സംഭവിക്കില്ല. കാരണം ക്രിട്ടിക്കലി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല അവർക്ക്. അതുപോലെ ചില കുട്ടികള് അവര് മോറലി വളരെ നല്ലവരായതുകൊണ്ടും പാരന്റ്സിനോട് സ്പിരിച്വാലിറ്റിയും അതുപോലെ പാരന്റ്സിനോടുള്ള അറ്റാച്ച്മെന്റും ഒക്കെ കൂടുന്ന സമയത്ത് കുട്ടികളിൽ ഈ ഒരു ഡിസിന്റഗ്രേഷൻ വല്ലാണ്ട് അഫക്ട് ചെയ്യാതിരിക്കാറുണ്ട്. കാരണം അവരുടെ ആ സ്ട്രോങ് എത്തിക്സ്, ഞാൻ ഒന്നിനും തെറ്റ് ചെയ്യാൻ പാടില്ല, പാരന്റ്സിനോട് ഞാൻ എതിർക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു മോറൽ മൈൻഡും അറ്റാച്ച്മെന്റും കൂടി കൂടുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ ഈ അധികം ഡിസിന്റഗ്രേഷൻ കാണിക്കാറില്ല. പക്ഷെ കൂടുതലും കുട്ടികൾ ഈ ഒരു അഡോളസെന്റ് ഏജ് എത്തുന്ന സമയത്ത് ഡിസിന്റഗ്രേഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ നോർമലാണ്. ഈ സമയത്താണ് പാരന്റ്സ് കൂടുതൽ പ്രയാസപ്പെടുന്നതും അതല്ലെങ്കിൽ ഇത്രയും കാലം വളരെ നല്ല കുട്ടിയായിരുന്നു, വളരെ നല്ല മോനായിരുന്നു, നല്ല മോളായിരുന്നു, ഞങ്ങൾ എന്താ പറയുന്ന അതനുസരിച്ചാണ് അവൻ ജീവിച്ചിരുന്നത്, ഇപ്പം ഒന്നും പറഞ്ഞതനുസരിക്കാതെ ആയി എന്നുള്ള ഒരു കംപ്ലൈന്റ് സാധാരണ കുട്ടികൾ ഒരു 7th, 8th, 9th എത്തുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുള്ളതാണ്.
അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. കുട്ടികൾ നമ്മൾ പറയുന്നത് അനുസരിക്കാത്ത ഒരു സാഹചര്യം വരും. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അവരുടെ വയസ്സിനനുസരിച്ച് അവർക്ക് വന്നിരിക്കേണ്ട ഒരു മാറ്റമാണ് അത്. പക്ഷെ അതേസമയം ആ മാറ്റം കുട്ടികളിൽ ഒരു പ്രശ്നത്തിലേക്ക് പോവാതിരിക്കുന്നത് പലപ്പോഴും അവരുടെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ചില കുട്ടികളിൽ ഉണ്ടാവുമ്പോഴും അതുപോലെ പാരന്റ്സിനോട് വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടാവുമ്പോഴുമാണ്. അപ്പൊ ഈ ഡിസിന്റഗ്രേഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസിന്റഗ്രേഷന്റെ സമയം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ വല്ലാണ്ട് ടെൻസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം പലപ്പോഴും കുട്ടികൾ നമ്മൾ ഉദ്ദേശിച്ച വഴിയിലല്ലാതെ പോകുന്ന ഒരു സമയമാണ്. ഇനി ഇവിടെ നമുക്കൊരു സമാധാനമുള്ള എന്നാൽ അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് റീഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. കുട്ടികൾ, നമ്മുടെ മക്കള് വലുതായി ഒരു 20-25 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അവര് വീണ്ടും നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പം ഈ ക്ലാസ് കേൾക്കുന്ന പലരും ഒരു ആഫ്റ്റർ 25 ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ഇത്. നമ്മളെല്ലാവരും ആ ഒരു സിറ്റുവേഷനിലുള്ളവരാണ്. അഥവാ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ ഡിസിന്റഗ്രേഷൻ, പാരന്റ്സും രക്ഷിതാക്കളും ടീച്ചേഴ്സും അധ്യാപകരും നിയമവും പറയുന്നതിനെതിരെ നമ്മളൊക്കെ നിന്നിരുന്നു. കുറച്ചെങ്കിലും. അത് എല്ലാവരും ഒരേ ലെവലിലായിരിക്കില്ല. ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് എതിരാവും, ചിലർ കുറച്ചൊക്കെ അതിനെതിരെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ എല്ലാം ലൈഫിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആഫ്റ്റർ നമ്മളൊരു 20-25 ഒക്കെ ആയതിനു ശേഷം വീണ്ടും നമ്മൾ വലിയവരെ റെസ്പെക്ട് ചെയ്യാനും നമ്മുടെ പാരന്റ്സിന്റെ തീരുമാനങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാനും തുടങ്ങും. അതൊരു തിരിച്ചറിവാണ്. അപ്പൊ ഈ റീഇന്റഗ്രേഷൻ സംഭവിക്കും എന്ന് രക്ഷിതാക്കൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ, എന്റെ മക്കള് വലുതായി കഴിഞ്ഞാൽ, ഈ ഒരു അഡോളസെന്റ് ഏജ് കഴിഞ്ഞാൽ അവര് വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ രക്ഷിതാക്കൾക്കുണ്ടെങ്കിൽ ഈ ഡിസിന്റഗ്രേഷന്റെ സമയം കുറച്ചൊരു സംയമനത്തോടു കൂടി മാനേജ് ചെയ്യാൻ കഴിയും. അതേസമയം ഇങ്ങനെ ഒരു പ്രതീക്ഷ അറിവില്ലാതിരിക്കുമ്പോൾ, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു റീഇന്റഗ്രേഷൻ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോൾ കുട്ടികളിൽ ഈ ഡിസിന്റഗ്രേഷൻ സംഭവിക്കുമ്പോൾ അവര് പറഞ്ഞനുസരിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ മോശമായിട്ട് ഇടപെടാൻ തുടങ്ങും. അങ്ങനെ കർശനമായ നിലപാടുകൾ അഡോളസെന്റ് ഏജിലുള്ള കുട്ടികളോട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഒരു റിബല്ലിയസ് മൈൻഡ്, ശത്രുതാ മനോഭാവം വളരാൻ അത് കാരണമാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോശമായ എക്സ്പീരിയൻസസ് പാരന്റ്സിന്റെ അടുത്തുനിന്നും അതോറിറ്റി ഫിഗേഴ്സിന്റെ അടുത്തുനിന്നും ഒരാൾ അനുഭവിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ഈ പറഞ്ഞ റീഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചിലപ്പോൾ നടക്കാതെ പോയി എന്നും വരാം. അഥവാ അവര് ആ ഒരു 25 ആയി കഴിഞ്ഞാലും അവരുടെ ആ ഒരു ഡിസിന്റഗ്രേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു 3 ഘട്ടങ്ങളെ നമ്മൾ ആദ്യം തിരിച്ചറിയാന്നുള്ളതാണ്. ഇന്റഗ്രേഷൻ, ഡിസിന്റഗ്രേഷൻ, റീഇന്റഗ്രേഷൻ. നമ്മുടെ കുട്ടികൾ ആദ്യം നമ്മൾ പറയുന്നത് അനുസരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് റെസ്പെക്ട് ചെയ്യും. അവർക്കും നമ്മൾ പറയുന്നതിൽ ശരി കണ്ടെത്താൻ അവർ ശ്രമിക്കും. അതേസമയം ഡിസിന്റഗ്രേഷന്റെ സമയത്ത് ഇതേ മക്കള് തന്നെ നമ്മൾ പറയുന്നതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. വീണ്ടും റീഇന്റഗ്രേഷന്റെ സമയത്ത് രക്ഷിതാക്കളെയും നിയമങ്ങളെയും അതോറിറ്റിയെയും ഒക്കെ അവർ വീണ്ടും റെസ്പെക്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ഈ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് പാരന്റിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്ലൈഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സജഷൻസ്, ഒപ്പീനിയൻസ് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു വിഷയത്തെ കുറിച്ച്? നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പക്ഷെ അൺമ്യൂട്ട് ചെയ്താൽ പിന്നെ മ്യൂട്ട് ചെയ്യാൻ മറന്നു പോകരുത് എന്ന് മാത്രം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സർ, ഗുഡ് ഈവനിങ് സർ. ഞാനൊരു അഡോളസെന്റ് ഏജിലുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പം സർ, ഈ റീഇന്റഗ്രേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഹോപ്പായി.
താങ്ക് യു സോ മച്ച്. പ്രതീക്ഷയോടെ കാത്തിരിക്കാമല്ലോ നമുക്ക്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആ ഒരു പ്രായത്തിന്റെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇതൊരു അതെ വലിയ ഗ്രേറ്റ് ഹോപ്പാണ്, ഒരു ഐ ഓപ്പണിംഗ് കൂടെയാണ്. താങ്ക് യു സോ അതെ മച്ച്. താങ്ക് യു. ഇത് ഇതൊരു യാഥാർത്ഥ്യവും അല്ലേ? നമ്മളെല്ലാം ആ സ്റ്റേജിലല്ലേ ഉള്ളത്? എന്താ എല്ലാവർക്കും തോന്നുന്നത്? ആർക്കെങ്കിലും അതിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? സർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പറയൂ. ഒരു ഒരു ഏകദേശം പിള്ളേർ ഇപ്പം സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ഏകദേശം ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ലൈക്ക് ഒരു 18 വയസ്സ് തൊട്ടാണ്. അപ്പൊ പറയുന്നതെന്ന് പറയുന്നത് ഫ്രണ്ട്സിന്റെ ഒരു ഇടപെടൽ കാരണമാണ് അത് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അതെ അതെ ലൈക്ക് ആ സമയം ആകുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ സാർ ഇപ്പം പറഞ്ഞതെന്ന് പറയുന്നത് ആ സമയത്തൊക്കെ പേരൻസുമായിട്ട് ഒരു എന്തോ ഡിസിൻറ്റിഗ്രേഷൻ ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ അതെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പം ലൈക്ക് ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ലൈക്ക് ഇവര് പേരൻസിന് വീണ്ടും പറയുന്നത് കേൾക്കുമെന്ന് പറയുന്നത്, അതോ ലൈക്ക് എന്താ പറയാ ഈ എന്താ ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് ഈ ആ സബ്സ്റ്റൻസിന്റെ ഒക്കെ അഡിക്ഷനിലേക്ക് പോകത്തില്ലേ? അതെ അപ്പൊ അതെ അങ്ങനെ വരുമ്പോഴോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കാരണം നമ്മൾ ഈ റീഇന്റഗ്രേഷൻ സംഭവിക്കും എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതൊരു സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സബ്ജക്റ്റീവ്ലി നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം അങ്കിത ചോദിച്ച ഈ ചോദ്യം വളരെ മീനിങ് ഫുൾ ആണ്. കാരണം ഈ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡിപ്പെൻഡൻസിയിലേക്കും മറ്റും വന്നു കഴിഞ്ഞാൽ റീഇന്റഗ്രേഷൻ നടക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊരു ട്രൂത്ത് ആണ്. അപ്പൊ അത്തരം സബ്സ്റ്റൻസ് അഡിക്ഷനിലേക്കും ഡ്രഗ് അബ്യൂസിലേക്കും ഒക്കെ നമ്മുടെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് സമയത്തിന് തിരിച്ചറിയാനും തിരിച്ചു കൊണ്ടുവരാനും കഴിഞ്ഞില്ലെങ്കിൽ ഈ റീഇന്റഗ്രേഷൻ നടക്കാതെ പോകും. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതും ഈ കുട്ടിയിൽ റീഇന്റഗ്രേഷൻ നടക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ കുട്ടിയെ ആ ഒരു ഡ്രഗ് യൂസിൽ നിന്നും അതുപോലെയുള്ള മോശമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടി വരും, കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഏതൊരു മനുഷ്യനെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതേസമയം ഇത്തരത്തിലുള്ള അഡിക്ഷൻസിലേക്കും വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കും കുട്ടികൾ പോയിട്ടില്ല എങ്കിൽ അവരിൽ ഈ റീഇന്റഗ്രേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും. അഡിക്ഷൻസ് മാത്രമല്ല, ഈവൻ സെക്ഷൽ എക്സ്പെരിമെന്റേഷൻ, ഈ സെക്ഷൽ എക്സ്പെരിമെന്റേഷൻസ് ട്രോമാറ്റിക് എക്സ്പീരിയൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ റീഇന്റഗ്രേഷൻ ഹെൽത്തി ആയിട്ട് സംഭവിക്കില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രീം പ്രോബ്ലംസ് നമ്മുടെ കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയോ മറ്റോ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർ വീണ്ടും ആ ഒരു റീഇന്റഗ്രേഷനിലേക്ക് അവർ എത്തും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളെല്ലാം കാണുന്നുണ്ട് നമുക്ക് ചുറ്റും. പ്രശ്നങ്ങളിലേക്ക് പെട്ടുപോയി വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലെത്തി. പക്ഷെ നമ്മൾ അതിന് വേണ്ട മെഷേഴ്സ്, ഏർലി ഇന്റർവെൻഷൻസ് കൊടുക്കുമ്പോൾ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയും. ഇതിൽ ഈ ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ഡ്രഗ് അബ്യൂസിലേക്കും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര നേരത്തെ നമ്മൾ അത് അറിയുന്നു, എത്ര നേരത്തെ നമ്മൾ അതിന് ഇന്റർവീൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, താങ്ക് യു അങ്കിത. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ ഇന്റഗ്രേഷൻ, ഡിസിന്റഗ്രേഷൻ, റീഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മീനാക്ഷി പറയും. ഞാനൊരു ചൈൽഡ് ആൻഡ് ഫാമിലി കൗൺസിലർ ആണ്. അതെ. അപ്പോ ഞാൻ ഇതുപോലെയുള്ള ഈ അഡോളസന്റ് ഏജിലുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കാണുന്നതാണ്. അപ്പൊ അതില് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിന്റ് ആണ്. അതായത് വാല്യൂസ്, എത്തിക്സ് ഇത്യാദികൾ അവരിൽ നിങ്ങൾ എത്രമാത്രം ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ടോ, പാരന്റ്സ് എത്രമാത്രം അവരുടെ ജീവിതത്തിലൂടെ അത് പകർന്ന് നൽകിയിട്ടുണ്ടോ, അതിനനുസരിച്ചായിരിക്കും അവരുടെ അഡോളസന്റ് ഏജ്. അപ്പൊ ആ അഡോളസന്റ് ഏജിൽ അവർ അത് അതേമാതിരി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പൊ പിന്നെ റീഇന്റഗ്രേഷന്റെ സമയത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ചെറുപ്പം മുതൽക്ക് തന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും ഒരു അയൺ ഹാൻഡോട് കൂടിയാണ് നിങ്ങൾ കുട്ടികളെ വളർത്തുന്ന. ഒരു കള്ളി വരച്ച് അതിന്റെ ഉള്ളിൽ നിൽക്കണം, നിങ്ങളും ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഡോളസന്റിനെ ബാധിക്കും. ആ സമയത്ത് പിന്നെ ചിലപ്പോൾ അവര് പ്രതികരിച്ചു എന്ന് വരില്ല.
പക്ഷെ റീഇന്റഗ്രേഷൻ നടക്കാതെ ആ സമയത്ത് അത് വളരെ ശക്തമായിട്ട് അവർ പ്രതികരിക്കും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം കൂടി എവിടെയാണ് പോണത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ അത് ഒന്നാമത്തത് അവരുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ വളരെ ബാധിക്കുന്ന ഒരു ഭാഗമാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അവർക്ക് മെച്ചൂരിറ്റി അപ്പോ മീനാക്ഷി കണ്ടിന്യൂ ചെയ്തോളൂ, മ്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ഇപ്പോ പ്രത്യേകിച്ചും ഇപ്പൊ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് വാല്യൂസ് മാക്സിമം കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്യാന്നുള്ളതാണ്. അത് നമ്മളുടെ അത് നിങ്ങൾ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞത് കൊണ്ട് കുട്ടികൾക്ക് മൂല്യബോധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ പാരന്റ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ വേറൊന്ന് ചെയ്യാ കുട്ടികളോട് ഇന്നതുപോലെ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് നടക്കില്ല. മറിച്ച് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് നിങ്ങൾ അത് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അത് അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അങ്ങനെയല്ലേ? മീനാക്ഷി ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണിത്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കുട്ടികളിൽ ഈ റീഇന്റഗ്രേഷൻ നടക്കും, പക്ഷെ ആ റീഇന്റഗ്രേഷൻ ഒരു പ്രോബ്ലമായി, അതിനൊരു ഹിൻഡ്രൻസ് ആയിട്ട് വരുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികളോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് വളരെ നേരത്തെ തന്നെ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. ഗുഡ്, താങ്ക് യു. മോസ്റ്റ് പേരൻസിനും അവര് ഈഗോയിസ്റ്റിക് ആവുന്നത് കൊണ്ടാണ് നമ്മളുടെ ഈഗോ അതിന്റെ നടുവിൽ നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്, ഞാൻ വലുത്, എന്റെ കുട്ടി ഞാൻ പറയണത് കേൾക്കണം, ഞാൻ വിചാരിക്കുന്നത് മാത്രമാണ് ശരി, എന്റെ വഴിയിലൂടെ ആ കുട്ടി വന്നേ പറ്റുള്ളൂ. നോ, ദാറ്റ്സ് നോട്ട് കറക്റ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ വളർന്ന കാലഘട്ടം അല്ല ഇപ്പൊ. ഇപ്പൊ ജെൻ എന്ന് പറയുന്ന ആ ലെവലിലാണ് കുട്ടികൾ നിൽക്കണേ. അപ്പൊ അതുകൊണ്ട് ആ ലെവലിലേക്ക് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടേത് ഉയരുക വേണ്ടത്. അതിനുവേണ്ടി അവരെ താന്ന് നമ്മൾ അവരുടെ തൊഴുത് നിൽക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾക്ക് ദേഷ്യം ഇങ്ങനെ വരുമ്പോ അത് പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ തല്ലി ചെയ്യാതെ ജസ്റ്റ് റിലാക്സ്. ആഫ്റ്റർ സം ടൈം ടോക്ക് ടു ദം. ആ നല്ല എന്താ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയും. അതായത് അവരോട് സംസാരിച്ച് ചോദിച്ച് എന്താണ് ഇപ്പൊ പ്രശ്നം, നിനക്ക് എന്താ വേണ്ടത്, എന്താണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞതാണോ നിന്നെ ദേഷ്യം പിടിപ്പിച്ചത്, അല്ലെങ്കിൽ എന്താ കുഴപ്പം, ലെറ്റസ് ഡിസ്കസ്, ലെറ്റസ് സീ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിട്ടിരിക്കും. അതല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. യു ആർ അറ്റ് ദ ലോസ്. കാരണം ആ കുട്ടി എന്താ സംഭവിക്കുന്ന ആ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഓപ്പൺ ആയിട്ട് വയ്ക്കും. ഇതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കാര്യം കേട്ടോ. മേ ബി ഐ എം റോങ്, മേ ബി ഐ എം റൈറ്റ്, ഐ ഡോണ്ട് നോ, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. താങ്ക് യു. മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ എങ്ങനെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നു, ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടാൻ വേണ്ടി നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ സ്റ്റൈല് മാറ്റുക എന്നുള്ളതിന് പകരം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടുന്നത് വരെ ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ പറയും എന്നുള്ള സ്റ്റൈല് നമ്മൾ ഒഴിവാക്കുന്നതാണ്. അതോടൊപ്പം ഇപ്പൊ മീനാക്ഷി പറഞ്ഞു, ഒരു ഡോഗ്മാറ്റിക് സ്റ്റൈല്, ഞാൻ എന്താണോ കരുതുന്ന അതാണ് ശരി എന്നുള്ള ആ ഒരു സ്റ്റൈലിൽ നിന്ന് പാരന്റ്സിന് കുറച്ച് ഫ്ലെക്സിബിൾ ആവാൻ കഴിയണം. കാരണം ഓരോ ജനറേഷനിലും മാറ്റം വരുന്നു, അവരുടെ എക്സ്പോഷർ ചേഞ്ച് ആവുന്നു. അതിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ല രക്ഷിതാവാകുന്നത്. ഓക്കെ, താങ്ക് യു മീനാക്ഷി. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? ഇത് നല്ലൊരു ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കൈലാഷ് പറയൂ. അമിതമായ മൊറാലിറ്റി പ്രാക്ടീസിങ്ങും വാല്യൂ ഇൻകൾക്കേഷനും ഡിസിൻറ്റഗ്രേഷനെ മോശമായി ബാധിക്കില്ലേ? അതെ, ഈ വാല്യൂ എന്ന് പറയുമ്പോ അതില് അമിതം ഇല്ല. വാല്യൂ എന്ന് പറയുമ്പോ എന്താണ്, വാല്യൂസ് എന്ന് പറയുമ്പോ അത് റിലീജിയസ് പ്രാക്ടീസസോ മറ്റോ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മള് സത്യം പറയാ, മറ്റുള്ളവരെ ബഹുമാനിക്കുക, എമ്പതറ്റിക് ആവുക, മറ്റുള്ളവർക്ക് വേദന, പെയിൻ ഉണ്ട്, മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ട്, മറ്റുള്ളവർക്ക് അവരുടേതായ ഒരു പ്രത്യേക സബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അല്ല വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം,
എന്നുള്ളതല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വാല്യൂസ് അധികമാവോ കുറയോ എന്നുള്ള ചോദ്യത്തിന് എനിക്കൊന്ന് കൈലാഷ് ഉദ്ദേശിച്ചത് ആ ഒരു എന്താ പറയാ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അത് നമ്മൾ ഓവറായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. റിലീജിയസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ ലേൺ ചെയ്തെടുക്കണം. അവർക്ക് ശരിയെന്ന് തോന്നുന്ന രൂപത്തിൽ അവർക്ക് നമുക്ക് പലതും പ്രസന്റ് ചെയ്തിട്ട് അവർ അതിൽ നിന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു കൈലാഷ്. ഓക്കെ, നസ്രീൻ പറയൂ. മീനാക്ഷി മാം പറഞ്ഞ ഒരു ഇതിലേക്ക് ഞാനൊരു സംഭവം കൂടെ ചെറുതായിട്ട് കൂട്ടിച്ചേർത്താണ്. നമുക്ക് ഞാനൊരു ബേസിക്കലി ഞാനൊരു സ്കൂൾ കൗൺസിലർ ആണ്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ദെൻ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും പിള്ളേർക്ക് തെറ്റ് പറ്റുമ്പോൾ പിള്ളേർക്ക് തെറ്റ് പറ്റുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ കൊണ്ട് സോറി പറയിപ്പിക്കും. സോറി പറ, അവരുടെ സോറി പറ, ഇവര് സോറി പറയാന്ന് പറയും. പക്ഷെ നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ നമ്മൾ ഒരിക്കലും പിള്ളേരുടെ അടുത്ത് പോയിട്ട് സോറി പറയാറില്ല. അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റി മോനെ ക്ഷമിക്ക് എന്നൊരിക്കലും നമ്മൾ പറയാറില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റിങ് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടാണ്. അതെ, തീർച്ചയായിട്ടും ഈ സോറി പറയൂ എന്നുള്ളത് തന്നെ ശരിയല്ല. കുട്ടികൾ സ്വയം തോന്നേണ്ട കാര്യമാണ് ഈ സോറി പറയാന്നുള്ളതാണ് നമ്മൾ ഈ വാല്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് സോറി പറയാൻ തോന്നുന്ന രൂപത്തിലേക്ക് നമ്മളൊരു പ്രകൃതം നമ്മുടെ കുടുംബത്തിൽ ഡെവലപ്പ് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സോറി പറഞ്ഞു തുടങ്ങണം, എന്നാലേ കുട്ടികൾ സോറി പറയുള്ളൂ. അപ്പൊ നസ്രീൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഒരു ആക്ച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മള് കുട്ടികള് അവര് സോറി പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ ആദ്യം അവർക്ക് സോറി പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. നമ്മളാണ് അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത്. നമ്മിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ഉണ്ടോ അതനുസരിച്ച് നമ്മുടെ കുട്ടികൾ നല്ലവരാകും. അവരിൽ ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും. ഓക്കെ, ഗുഡ്. ജെസ്സി പറയും. ഞാന് സ്കൂളില് കുട്ടികളെ കാണുമ്പോഴേ കുട്ടികൾ പറയാറുള്ളത് അവർക്ക് വാല്യൂസ് ഉണ്ട്, പാരന്റ്സിന് വാല്യൂസ് ഇല്ല എന്നാണ്. പല കേസിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡിവോഴ്സ് കേസില് പാരന്റ്സ് എത്തി നിൽക്കുകയാണ്. അപ്പം കുട്ടിയുടെ ഡാഡ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന്റെ ആ സ്വത്തവകാശം വേണ്ടിയിട്ട് പല പ്രാവശ്യം ഇട്ട് പഠിച്ചിട്ട് ഉള്ള പേപ്പർ കുട്ടി കാണുകയും അങ്ങനെ അപ്പൻ കാറിന്റെ ആ ഒരു സ്വത്തവകാശം കിട്ട അമ്മയുടെ ഒപ്പ് ഇതായിട്ട് ഇട്ടിട്ട് അങ്ങനെ കാറ് സ്വന്തമാക്കുകയും അങ്ങനെ ചെയ്തു എന്നാണ് ഒരു കുട്ടി വന്ന് പറഞ്ഞത്. അപ്പൊ ഇത്ര മോശമായി ബിഹേവ് ചെയ്യുന്ന ഒരു ഡാഡ്, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഡാഡ് ഇത്രയും മോശമായിട്ട് തെറ്റ് ചെയ്തിട്ട് കുട്ടി അറിയാണ്. അപ്പോ അങ്ങനത്തെ സിറ്റുവേഷനും വാല്യൂസ് പാരന്റ്സിന് ഇല്ലാത്ത വാല്യൂസ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതും ഉണ്ട് സർ. അതെ, അതൊരു ട്രൂത്ത് ആണ്. കുട്ടികൾക്ക് വാല്യൂസ് ഉണ്ട്, കുട്ടികൾക്ക് ലോകത്തെ കുറിച്ച് അറിയാം. പാരന്റ്സിന്റെ എന്താ പറയാ, ഈ ഹരിശ്ചന്ദ്രന്റെ കഥ പറഞ്ഞു കൊടുത്തിട്ട് അച്ഛന്റെ അടുത്തുനിന്ന് കടം വാങ്ങാനുള്ള ആള് വരുമ്പോ മോനെ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തോണ്ട് സത്യം എന്തെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവില്ല. കുട്ടികൾക്ക് സത്യം മനസ്സിലാവണമെങ്കിൽ അതിനാണ് നമ്മൾ പറയാ ഫാമിലി ഇന്റഗ്രിറ്റി. ആ ഒരു പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള അനുപൂരകമാവുമ്പോഴാണ് കുട്ടികൾക്ക് ആ ഒരു ആക്ച്വൽ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ പറയുന്നത് വേറെയും നമ്മുടെ പ്രവർത്തനം വേറെയും ആയി കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ഫാമിലി സ്കിസം എന്ന് പറയുന്ന രൂപത്തിലേക്ക് കുട്ടികൾ സ്പ്ലിറ്റ് ആയി പോവുക. അവരുടെ മൊറാലിറ്റി എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് തിരിച്ചറിയാതാവുമ്പോഴാണ് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്ന ആളെക്കാളും പ്രശ്നമാണ് എന്ത്, തെറ്റും ശരി ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോകുന്ന ആളുടെ അവസ്ഥ. ഓക്കെ, സോ ഗ്രേറ്റ്, താങ്ക് യു ജെസ്സി. ഹലോ സർ. ഓക്കെ, ഡോക്ടർ ലക്ഷ്മി പറയൂ. സർ, നമ്മളിപ്പോ ജെന്റിൽ പാരന്റിങ് ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. പലപ്പോഴും ഫാമിലിയിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് കോൺട്രഡിക്ഷൻ നമുക്കെതിരെ വരാറുണ്ട്. അതായത് ജെന്റിൽ പാരന്റിങ് അല്ല ഫോളോ ചെയ്യേണ്ട, പഴയ രീതി തന്നെ അടിച്ചു വളർത്തുക എന്നുള്ള ഒരു രീതി. അപ്പൊ എപ്പോഴും ഈ അടി കൊടുത്ത് വളർത്തുന്നതിനെ പറ്റി കറക്റ്റ് ആയിട്ട് ഈ പഴയ ജനറേഷൻ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ചെയ്താലേ നമ്മളൊക്കെ അടി കിട്ടിയല്ലേ വളർന്നേന്നുള്ള രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ശരിക്കും
ഈ ജെന്റിൽ പേരന്റിങ് അല്ലേ ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ. അതെ അതെ. ഇപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമുക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക്. അത് നമ്മൾ നന്നായതിൽ ഒരു പരിധി വരെ അതിനൊരു സ്വാധീനവും ഉണ്ട്, ചില കാര്യങ്ങളിലെങ്കിലും. നമുക്കത് പൂർണ്ണമായിട്ട് അടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറൽ പണിഷ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അന്ന് നമ്മുടെ മെന്റാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചും രക്ഷിതാക്കളെ കുറിച്ചും നമുക്കുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ്, അവര് എന്നെക്കാളും അറിവുള്ളവരാണ്, അവർക്ക് എന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നവരാണ്, ദേ ആർ ഗ്രേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ചെറിയ രൂപത്തിലുള്ള പണിഷ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പ്രോബ്ലം ആയിരുന്നില്ല. കാരണം ഇവര് വലിയ ആളുകളാ, അവർക്ക് എല്ലാം അറിയും, നമ്മുടെ പ്രോബ്ലംസിന് അവരടുത്താണ് സൊല്യൂഷൻ ഉള്ളത്. നമുക്ക് എന്തെങ്കിലും അറിയാണ്ടിരിക്കുമ്പോ അവരോട് ചോദിക്കാം. അപ്പൊ ഈ ഒരു റെസ്പെക്ട് നമ്മുടെ ഉള്ളിൽ വല്ലാണ്ട് ഉണ്ടായത് കൊണ്ട് ചെറിയ രൂപത്തിലുള്ള പണിഷ്മെന്റ് കിട്ടിയാൽ അത് നമ്മളെ ചിലപ്പം പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്യും. എന്നാൽ അതേസമയം സിവിയർ പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് അത് പ്രശ്നം തന്നെയാണ്. കാരണം ഒരു ട്രോമയിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കുട്ടികളുടെ മെന്റാലിറ്റി ഈ ടീച്ചേഴ്സിനൊന്നും ഒരു ബോധവും ഇല്ല എന്നുള്ളതാണ്. പാരന്റ്സിന് എന്തറിയും? അവർക്കൊന്നും മനസ്സിലാവില്ല. കാരണം കുട്ടികളുടെ നോളേജ് വളരെ കൂടുതലാണ്. നമ്മള് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലാണ് കുട്ടികളുടെ അറിവ് എന്ന് പറയുന്നത്. ഞാൻ അതിലേക്കാണ് അടുത്ത സ്ലൈഡ് കൊണ്ടുവരുന്നത്. Their senses are bombarded. ഇത് നമ്മുടെ കൾച്ചർ ഷോക്ക് ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം കുറെ മുമ്പ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മുടെ മക്കളുടെ കണ്ണും കാതും നിറയാണ്, അവര് പലതും കേൾക്കുന്നു, പലതും കാണുന്നു, ത്രൂ ഡിഫറെന്റ് സോഴ്സസ്, ഇന്റർനെറ്റിലൂടെ, ഡിജിറ്റൽ മീഡിയാസിലൂടെ, ഡിജിറ്റൽ ഡിവൈസസിലൂടെ, അത് തന്നെ പല രൂപത്തിലും സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് അവര് their senses are bombarded. അവർക്ക് ഒരുപാട് നോളേജ് ഉണ്ട് ലോകത്തെ കുറിച്ച്. അവരെ പ്രശ്നം എന്താണ്? they are overloaded with information. അറിവ് കൂടുതലാണ് അവർക്ക്. നമ്മുടെ മക്കൾക്ക് അറിവ് കുറവ് എന്നുള്ള ഒരു പ്രശ്നമില്ല. അവർക്ക് നമ്മളോട് കാര്യമായിട്ടൊന്നും ചോദിക്കാനില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇന്നത്തെ കുട്ടികളെ പാരന്റിങ് ചെയ്യുന്ന രക്ഷിതാക്കൾ ഒരു പരിധി വരെ അംഗീകരിക്കും ഇത്. നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കാനുള്ള സൊല്യൂഷൻസ് ഒന്നുമില്ല. അതേസമയം നമുക്ക് തരാൻ അവരുടെ അടുത്ത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മുടെ മൊബൈല് നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സൂം കണക്ട് ചെയ്യുമ്പോൾ എന്തോ പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള നോളേജ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇൻഫർമേഷൻ മറ്റും അവരെ കയ്യിലുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് കുട്ടികൾ അറിവില്ലാത്തവരും രക്ഷിതാക്കൾ അറിവുള്ളവരും ആയിരുന്നു. അതുകൊണ്ട് ചെറിയ രൂപത്തിലുള്ള അടി കിട്ടുന്നതും മറ്റും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോഴത്തെ കുട്ടികളെ മെന്റാലിറ്റിയിൽ ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒന്നും അവരുടെ അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല. ചില കാര്യങ്ങളിലൊക്കെ അത് ശരിയുമാണ്, നമ്മളത് അംഗീകരിച്ചേ മനസ്സിലാവും, മീൻസ് അംഗീകരിച്ചേ ശരിയാവും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഐ ആം റെഡി ഈവൻ ഫോർ വാല്യുബിൾ ക്രിറ്റിസിസം. ഞാൻ എന്റെ അഭിപ്രായം മാറ്റാൻ തയ്യാറാണ് ആവശ്യമാണെങ്കിൽ. ഹലോ സർ, പറയൂ ഇപ്പൊ ജമീല. ഓക്കെ, പാരന്റ്സും ടീച്ചേഴ്സും അഡ്വാൻസ്ഡ് ആകണം, എങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതെ അതെ, അഡ്വാൻസ്ഡ് ആയ ടീച്ചേഴ്സിനും പാരന്റ്സിനും അവരെ റെസ്പെക്ട് കിട്ടും ചെയ്യും. ഓക്കെ, അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ ടീച്ചേഴ്സിനും പാരന്റ്സിനും നൽകണം. അതെ അതെ, അതിന് അത്തരം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഗെയിംസ്, സോഷ്യൽ മീഡിയ ആപ്സ്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് അവയർനെസ് വേണം. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അവരോട് എതിർത്തിട്ട് കാര്യമില്ല. അതെ അതെ. ഓക്കെ, ഗ്രേറ്റ്.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പരിധി വരെ ഈ പാരന്റ്സ് തന്നെയല്ലേ ടീച്ചേഴ്സിനെതിരെ അവരെ കുറ്റം പറഞ്ഞ് കുട്ടികളുടെ മുന്നിൽ നിന്ന് കുറ്റം പറയും, കുട്ടികളുടെ മുന്നിൽ നിന്ന് ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നത്. അതായിരിക്കില്ലേ ടീച്ചേഴ്സിനോട് അവർക്കൊരു പുച്ഛം തോന്നാനുള്ള ഒരു കാരണം? അതെ അതെ, കുട്ടികളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന അവര് ആരെ മുമ്പിലാണോ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത് അവരോടും ഇവർക്ക് റിബലിയസ് ആയിരിക്കും, ഈ ക്രിട്ടിസൈസ് ചെയ്ത ആളോട് റിബലിയസ് ആയിരിക്കും. കാരണം അവർക്ക് ആർക്കും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ള മെന്റാലിറ്റിയിൽ എത്തും അവര്. അപ്പൊ അതിൽ ആരെങ്കിലും ഒരാൾ ആ സമയത്ത് ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഒരു അപ്രീഷിയേറ്റ് ചെയ്ത ആളടുത്തൊരു ആക്സെപ്റ്റൻസ് കിട്ടും. അപ്പൊ നമ്മൾ ഈ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറയുന്നത് ശരിക്ക് എന്താ പറയാ, കൂടുതൽ കുട്ടികളെ റിബലിയസ് ആക്കും. നേരത്തെ നമ്മുടെ മീനാക്ഷി പറഞ്ഞതുപോലെ കുട്ടികൾ ആ ഒരു റീഇന്റഗ്രേഷൻ നടക്കാതെ പോകും നമ്മൾ കുട്ടികളെ പരസ്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ. സാർ അതുപോലെ ഫാമിലികളിൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് അല്ലെങ്കിൽ എൽഡേഴ്സ് ആയിരുന്നു, അവർക്കായിരുന്നു പ്രയോറിറ്റി. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് കുട്ടികൾക്കാണ് പ്രയോറിറ്റി. അപ്പൊ അതും ഒരു റീസൺ ആണ് തോന്നുന്നു. കാരണം അവരെപ്പോഴും എല്ലാ കാര്യങ്ങളുടെയും ഒരു ബെനിഫിഷ്യറീസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ക്രിറ്റിസിസത്തിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന അല്ലെങ്കിൽ വേറൊരാൾ കുറ്റപ്പെടുത്തിയാൽ അത് സഹിക്കാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതെ വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് സാർ പറഞ്ഞതുപോലെ നമ്മള് പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും നമ്മള് എന്താ പറയാ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും നമ്മൾ റെഡിയാകുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു കാര്യം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങള് പുതിയ മാറ്റങ്ങളെ എല്ലാം വെൽക്കം ചെയ്തുകൊണ്ട് നമ്മളും അത് പഠിക്കുക. അപ്പൊ അവരെക്കാൾ ഒരു പടി മുന്നേ തന്നെ നമുക്ക് പഠിക്കാനും പറ്റും. കാരണം അവരുടെ ആ കോഗ്നിറ്റീവ് ലെവലിനേക്കാൾ ഹൈ ആയിരിക്കുമല്ലോ എത്രയായാലും മെച്യൂറേഷൻ കൊണ്ട് നമ്മളുടെ ഒരു കോഗ്നിറ്റീവ് ലെവൽ. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും നമ്മളോട് ഒരു റെസ്പെക്ട്, പേരന്റിനോട് എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരു സംഭവമാണ് എന്നുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവര് പിന്നെ മ്യൂച്വൽ റെസ്പെക്ട്, നമ്മൾ അവരെയും റെസ്പെക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചും ആ ഒരു റെസ്പെക്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ പോയാൽ കുറെയൊക്കെ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഇവിടെ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടികൾക്ക് പ്രാധാന്യം കിട്ടുന്നു എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിൽ സംഭവിക്കാം. അവർക്ക് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് വീടുകളിൽ നടക്കുമ്പോൾ അതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് വരുന്നത്. നമ്മൾ വീട്ടിൽ ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് ഓരോ കുട്ടിയോടും നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ എന്താണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, സൈഡ് ഡിഷ് ആയിട്ട് എന്താ വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈവൻ അത്തരം വിഷയങ്ങളിൽ പോലും കുട്ടികളോട് കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് വീട്ടിലെ ഒരു സ്ഥിരം പ്രോസസ് ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ വീട്ടിൽ വലിയൊരു പൊസിഷനാണ് ഉള്ളത്. പിന്നെ അവൻ അവിടുത്തെ ലീഡർഷിപ്പ് റോളും കൂടി ഏറ്റെടുക്കും. പിന്നെ അവനെങ്ങനെ മോശമാവാൻ കഴിയും? അപ്പൊ ആ ഒരു കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന രൂപത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. അതേസമയം കുട്ടികൾ ഈ പെർമിസീവ് പാരന്റിങ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു കൺസിഡറേഷൻ അത് നെഗറ്റീവ് റിസൾട്ടും ക്രിയേറ്റ് ചെയ്യും. പെർമിസീവ് പാരന്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന എന്തും പാരന്റിനോടുള്ള സ്നേഹം കുറയോന്നോ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ പാരന്റ്സിനെ പോലെ എനിക്ക് പെരുമാറാൻ കഴിയില്ല എന്നോ എന്തെങ്കിലുമൊക്കെയുള്ള ഭയം കാരണം കുട്ടികളുടെ ഡിമാൻഡ്സിനോട് ഈൽഡ് ചെയ്യുന്ന, കുട്ടികൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് എൻടൈറ്റിൽമെന്റ് ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യും. എൻടൈറ്റിൽമെന്റ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവകാശപ്പെടുന്നത് നേടുക എന്നതാണ് എന്റെ വിജയം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ കുട്ടികൾ എത്തും. ഇത് വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു തീരുമാനത്തിൽ എത്തിയ കുട്ടി ഇപ്പൊ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ എങ്ങനെ തീരുമാനിക്കുന്നു അതുപോലെ റൂംമേറ്റ് ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അവിടെ ഒരു ദിവസം നിൽക്കാൻ പറ്റൂല. കാരണം അവർ പെട്ടെന്ന് വൾണറബിൾ ആയി പോകും. അതുപോലെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും വളരെ മോശമായിട്ടുള്ള ബിഹേവിയറൽ പ്രോബ്ലംസിലേക്കും പോകും ചെറുപ്പത്തിൽ ഈ പെർമിസീവ് പാരന്റിങ്ങിലൂടെ വളർന്നു വന്നു കഴിഞ്ഞാൽ. അപ്പൊ എൻടൈറ്റിൽമെന്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ വ്യാപകമായിട്ട് നമ്മൾ കുട്ടികളിൽ കാണുന്നതാണ്. കാരണം പാരന്റ്സും ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണുള്ളത്. ഒരു ഭാഗത്ത് പാരന്റ്സിന് കുട്ടികളെ നല്ലവരാക്കണം, മറ്റൊരു ഭാഗത്ത് കുട്ടികൾക്ക് ഞങ്ങൾ മോശക്കാരാണെന്ന് തോന്നിപ്പോകരുത് എന്നുള്ളത് കൊണ്ട് അവരുടെ ഡിമാൻഡ്സ് മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ എന്ന് ചില ഫാമിലികളിലെങ്കിലും
ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ളത് പ്രിവിലേജ്ഡ് ഫാമിലീസിലാണ്. കുറച്ച് റിച്ച് ആയിട്ടുള്ള ഹയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള പാരന്റ്സ് പലപ്പോഴും കുട്ടികൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് കൊടുക്കലാണ് പാരന്റ് എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു അച്ചീവ്മെന്റ് എന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ അപ്പൊ കുട്ടികൾക്ക് റിയാലിറ്റിയെ കുറിച്ച് ലേൺ ചെയ്യാൻ പറ്റൂല. കാരണം ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈവൻ ഐ ക്യാൻ ബി ഡിപ്രൈവ്ഡ്. എനിക്കും ചില സമയത്ത് ചിലത് കിട്ടാതെ പോയേക്കാം എന്നുള്ള ഒരു തോന്നല് കുട്ടികൾക്ക് ഉണ്ടാവുമ്പോഴേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ, അവർ ഉദ്ദേശം കിട്ടിയില്ലെങ്കിൽ. അപ്പൊ നമ്മള് ഈ ഒരു ചോദ്യത്തിന്റെ 2 വശമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കുട്ടികൾക്ക് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കാം ത്രൂ കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. മറ്റൊന്ന്, നമ്മൾ അവർക്ക് ഓവറായിട്ട് പെർമിസീവ് ആയിട്ടുള്ള ഒരു പാരന്റ് ആയി കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ഈ എൻടൈറ്റിൽമെന്റ് ഫീലിംഗിലേക്ക് എത്തിക്കും. അപ്പൊ അവരെന്ത് ആഗ്രഹിക്കുന്നോ അത് കൊടുക്കേണ്ടി വരും. അവർക്ക് വിൻഡോ സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ വിൻഡോ സീറ്റ് കൊടുത്താൽ അല്ലാണ്ട് അവർ യാത്ര ചെയ്യാൻ തയ്യാറാവില്ല. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടിന്റെയും കൂടി ഇടക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു. ഇതിലൊരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ പാരന്റിങ് അല്ലെങ്കിൽ പാരന്റ്സ് കരുതുന്നത് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റി അത്ര സേഫ് അല്ല. അപ്പൊ അത് കാരണം അവര് ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്. ഈ ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് വരുമ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കുട്ടിയെ നമ്മൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മുമ്പ് സ്കൂളിൽ പോയിരുന്നതായാലും അല്ലെങ്കിൽ നടന്ന് സ്കൂളിൽ പോയിരുന്നവരായാലും ഇന്ന് അവരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യുക, സ്കൂളിൽ വിടുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ട്യൂഷൻ ക്ലാസ്, ട്യൂഷൻ വീട്, ഈ രീതിയിൽ അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു എക്സ്റ്റേണൽ എക്സ്പോഷർ അവർക്കില്ല. അപ്പൊ ഇത് കാരണം കൊണ്ടുകൂടിയും പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ ഒരു അനുഭവവും ഇല്ല അവർക്ക്. ബസ്സിൽ നേരം ബസ് ബ്രേക്ക് ഡൗൺ ആയാലും എന്ത് ചെയ്യണം, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബസ് കയറി സ്വന്തം വീട്ടിലേക്ക് എങ്ങനെയാ വരിക, സ്കൂളിലേക്ക് എങ്ങനെയാ പോവുക, ഇല്ലെങ്കിൽ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ ബാക്കി കിട്ടുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരാളോട് സംസാരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അങ്ങനെ ഒന്നും അതിന് എത്ര വലിയ ആളാവുമ്പോഴും അവരത് പഠിക്കുന്നില്ല. ഇല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പാരന്റ്സ് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ മുമ്പ് നമ്മുടെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭാഗമാണ് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ. ഈ ഭാഗം മുമ്പ് 18 വയസ്സാകുമ്പോഴത്തേക്കും ഡെവലപ്പ് ആയിരുന്നത് ഇന്ന് ആ സമയത്ത് ഡെവലപ്പ് ആവുന്നില്ല. കാരണം ജീവിതാനുഭവങ്ങൾ കുട്ടികൾക്കില്ല. അത് കാരണം ഇത് പിന്നെയും ഡിലേ ആയി ഇപ്പൊ 25, 28 ഈ വയസ്സൊക്കെ ആവണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. എന്നാൽ തന്നെയും പൂർണ്ണമായിട്ട് അവർ മെച്ചുവേർഡ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഏജ് ഉണ്ടാവും, പക്ഷെ അവരുടെ പ്രവർത്തികളിൽ അവർക്ക് സ്വന്തമായിട്ട് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ അവർ പ്രാപ്തി നേടുന്നില്ല. അതിന്റെ മെയിൻ ഉത്തരവാദി എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. കാരണം നിങ്ങൾ അവരെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനും അവരെ വിടാതെ അയ്യോ അത് വേണ്ട ഞാൻ ചെയ്തു തരാം, അയ്യോ ഇങ്ങനെ ചെയ്യല്ലേ, അങ്ങനെയല്ല ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ 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 അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ ബ്രെയിനിനെ ഷേപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള അപ്രോച്ചാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഒക്കെ. നമ്മൾ എത്രത്തോളം എക്സ്പോസ്ഡ് ആണോ അത്രയും നമ്മുടെ ബ്രെയിൻ ഡെവലപ്ഡ് ആവും. നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള എക്സ്പോഷർ നമുക്ക് കിട്ടുന്നുണ്ടോ അത്രയും നമ്മുടെ ബ്രെയിന് വളരെ റെസിലിയന്റ് ആയി മാറും. നമുക്ക് ഓരോ എന്താ പറയാ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്കത് ഡീൽ ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പം പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വൾണറബിലിറ്റി ഫിയർ വല്ലാണ്ട് ഉണ്ട്. അഥവാ ദി എൻറ്റയർ വേൾഡ് ഈസ് വൾണറബിൾ എന്നുള്ള ഒരു തിയറി പാരന്റ്സിന്റെ മനസ്സിലുണ്ട്. അത് ശരിയാണ് കുറെ നമ്മൾ ചിന്തിക്കുമ്പോൾ. കാരണം നമുക്കറിയാം ഇന്നത്തെ ഇപ്പം നമ്മുടെ ഈ ഒരു ഡ്രഗ് അബ്യൂസ് ഒക്കെ വളരെ ഒരു നോർമലായി മാറിക്കഴിഞ്ഞു. അതൊരു എന്താ പറയാ, അതിന് ഈവൻ പല കൺട്രികളിലും പല ഡ്രഗ്സും ലൈസൻസ്ഡ് ആയ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അത് മീഡിയാസിലൂടെ നമ്മുടെ കുട്ടികളിലേക്കും അതിന്റെ ആ ഒരു ഫ്രീഡം കിട്ടുകയാണ് ചെയ്യുന്നത്.
അപ്പൊ കുട്ടികൾ വളരെ നേരത്തെ തന്നെ, ഇപ്പൊ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന അഡോളസെൻസ് 7th-ലും 8th-ലും പഠിക്കുന്ന കുട്ടികൾ ഈ ഡ്രഗ്സ് എക്സ്പെരിമെന്റ് ചെയ്ത് വരുമ്പോ തീർച്ചയായും പാരന്റ്സിന് ആ വൾണറബിലിറ്റി ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ സേഫ്റ്റിയോട് കൂടി നോക്കിയിട്ടും കുട്ടികൾ പലപ്പോഴും പലതിലും പെട്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വൾണറബിലിറ്റി ലോകം മൊത്തം അപകടകരമാണ് എന്നുള്ള ആ ഒരു സ്കീമ നമ്മുടെ ഉള്ളിലുണ്ടായത് കൊണ്ട് നമ്മൾ മക്കളെ വല്ലാണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഈ പ്രൊട്ടക്റ്റീവ് പാരന്റിങ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഓട്ടോണമി ഡെവലപ്പ് ആവില്ല. സ്വാശ്രയത്വം എന്ന് പറയുന്ന ആ സാറ് ഒരു ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ പറയാ. മാം പറഞ്ഞല്ലോ പിന്നെ അതെ. പേരൻസ് അങ്ങനെ അല്ലാത്തതാണ്. ഇപ്പൊ ഞാനൊരു ന്യൂ ജനറേഷൻ പേരന്റ് ആണ്. എന്റെ കുട്ടിക്ക് 9 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലൊക്കെ കുട്ടികളെ വളർത്തിയാൽ നമുക്ക് ഏറ്റവും അതില് എതിർത്ത് വരുന്നത് ആരാ? ഗ്രാൻഡ് പേരൻസ് ആണ്. നമ്മൾ എത്ര കുട്ടികളെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിട്ടാല് കുട്ടിക്ക് എന്തേലും പറ്റും, കുട്ടി അവിടെ പോയാല് കടയിൽ പോയാൽ കുട്ടി ശരിക്കാവില്ല, അല്ലെ ബസ്സിൽ നമ്മള് പിന്നെ സാധാരണ ഓപ്പൺ ആയിട്ടുള്ള ബസ്സിൽ അങ്ങനെയൊക്കെ വിട്ടാല് അപ്പൊ പേരൻസിനാണ് കുറ്റം. അത് ഫാദർ ആവട്ടെ മദർ ആവട്ടെ നമ്മൾ വിട്ടാല് നമുക്കാണ് കുറ്റം. എന്താ വെച്ചാൽ ഓല് കുട്ടികളെ നോക്കൂല, ഓൽക്ക് കുട്ടികളെ നോക്കാൻ അറിയില്ല, എന്താ അങ്ങനെയുള്ള ഇതാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ആ ഒരു സമയത്ത് കുട്ടികൾക്ക് എന്താ ഫീൽ ചെയ്യാ? എന്റെ ഉപ്പയും ഇന്നത്ര ശ്രദ്ധിക്കൂല, എന്റെ ഗ്രാൻഡ് പേരൻസ് ആണല്ലോ ഇതാക്കണത്. ഇപ്പൊ എനിക്കിപ്പോ 26 വയസ്സാണ്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഈ രീതിയിലൊക്കെ കുട്ടികളെ വളർത്തിയാൽ അവസാനം നമ്മൾ കേൾക്കുന്നത് ഇതാണ്. അപ്പൊ പിന്നെ കുട്ടികളെ ഇടയിൽ നമ്മൾ എന്താ ചെയ്യാ? ഇവരെ ഈ രീതിയിൽ വളർത്തുകയാണോ വേണ്ടത്, അതോ ഗ്രാൻഡ് പാരന്റ്സ് പറഞ്ഞ പോലെ പഴയ രീതിയിൽ വളർത്തണോ? അപ്പോഴും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ടല്ലോ. നമുക്ക് കുട്ടികളെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണില്ലല്ലോ. ഇപ്പൊ കുട്ടികളെ മനസ്സിൽ നമ്മൾ എന്താണ്, ബാക്കിയുള്ള കുട്ടികളുടെ ഇടയിൽ നമ്മൾ എന്താണ്, നമ്മള് കുട്ടികളെ നോക്കാത്ത ആൾക്കാരാണ്. ഇപ്പൊ ഫുഡ് ഓവറായിട്ട് കഴിപ്പിക്കും. അപ്പൊ ഞാൻ പറയും വിശക്കണ സമയത്ത് കൊടുത്താൽ മതി. അപ്പൊ അവിടെ എന്താ വരുന്നത്? കുട്ടികളെ കേൾക്കുന്ന പറയാണ് ഓള് കുട്ടികൾക്ക് ഫുഡൊന്നും കൊടുക്കൂല, ആ കുട്ടിക്ക് വിശക്കണുണ്ടാകും. അപ്പൊ ഞാൻ പറയാം ഓല് സമയമാകുമ്പോ കഴിക്കുമല്ലോ എന്ന് പറഞ്ഞാല് അപ്പോഴും നമുക്ക് അവിടെ അതാണ് പേരൻസ് ഓൾക്ക് കുട്ടികളെ നോക്കാൻ അറിയില്ല, അല്ലെ നേരത്തിന് ഫുഡ് കൊടുക്കൂല, അങ്ങനെ ഒരു ടോക്കല്ലേ വരുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ പേരൻസ് അപ്പോഴും പിന്നെ പേരൻസിന് കുട്ടികൾ അത്ര പോലെ ഒരു വാല്യൂ ഇല്ലാത്തൊരു രീതിയിലല്ല അവിടെ വരുന്നത്. അതെ 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 അതെ. ഇപ്പം ഇത് സാധാരണ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ജോയിന്റ് ഫാമിലിയിൽ. ഇത് ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ജോയിന്റ് ഫാമിലിക്ക് അതിൻ്റെതായ കുറെ ഗുണങ്ങളുണ്ട്. നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് എതിർത്തിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് വാല്യൂസ് ഉണ്ട് അതില്, ഒരുപാട് കോൺഫ്ലിക്റ്റുകളും ഉണ്ട്. കാരണം ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് നന്നായിട്ട് വരും. ഇതിൽ ആരും തെറ്റുകാരല്ല, അതും ഒരു സത്യമാണ്. ഈ ഗ്രാൻഡ് പാരന്റ്സ് ഇങ്ങനെയൊക്കെ പറയുന്ന അവർ മോശക്കാരായതുകൊണ്ടൊന്നുമല്ല. അവർക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ള മോട്ടീവ് ഉണ്ട് അതിന്റെ പിന്നില്. അവരുടെ കുട്ടികൾ സുരക്ഷിതാവണം എന്നുള്ളതൊക്കെ തന്നെയാണ് അവരുടെയും മോട്ടീവ്. എല്ലാവരും ഉദ്ദേശിക്കുന്നത് സെയിം എയിം തന്നെയാണ്. അപ്പൊ നമ്മള് ഗ്രാൻഡ് പാരന്റ്സിനെ ആണെങ്കിലും റെസ്പെക്ട് ചെയ്യുക. കാരണം അവർക്ക് എന്തുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു സിൻസിയർ ആയിട്ടുള്ള നന്മ ഉണ്ട്, അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ ഗ്രാൻഡ് പാരന്റ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവരുടെ സബ്ജക്റ്റീവ് റിയാലിറ്റിയും നമ്മുടെ സബ്ജക്റ്റീവ് റിയാലിറ്റിയും ഡിഫറെന്റ് ആണ്. നമ്മൾ ലോകത്തെ കാണുന്നു, അവര് ലോകത്തെ കാണുന്നു വ്യത്യസ്ത രൂപത്തിലാണ്. ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ കുട്ടികളെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോ ഒരു കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അച്ഛൻ അതിൽ 50% ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, അമ്മ ചിലപ്പോ 80% ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 60% ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഗ്രാൻഡ് മദർ അതില് 80% ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. കുട്ടി ചെയ്യുന്നത് തെറ്റെന്താ ശരി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അല്ലെ? ഇത് നമ്മൾ സാധാരണ കാണാറുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഇടക്ക് ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമ്മൾ കുട്ടിയോട് പറയാണ്, വല്യമ്മ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ അത് ടെൻഷൻ ആവണ്ട, വല്യമ്മക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് കുട്ടിക്ക് കിട്ടുന്നത്. അതേസമയം നമ്മൾ പറയേണ്ട അവരുടെ ഇന്റൻഷൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. വല്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് മോൻ എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ടാണ്, അപ്പൊ മോനൊന്ന് ശ്രദ്ധിച്ചു പോണം, തനിച്ച് പോയാലും കുഴപ്പമില്ല, പക്ഷെ നല്ല കെയർഫുൾ ആവണം. ഇതെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ നമ്മള് ഒരു പാരന്റ് ആ പാരന്റിനെ റെസ്പെക്ട് ചെയ്യുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതും കൂടി കുട്ടിക്ക് കാണാൻ കഴിയണം. അപ്പൊ എത്രത്തോളം നമുക്കത്
നല്ല രൂപത്തിൽ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല രൂപത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഈ പ്രായമുള്ള ആളുകൾ, വീട്ടിലുള്ള ആളുകളുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ അവരുടെ മെന്റാലിറ്റിയിൽ അവരുടെ ആക്ച്വൽ ചിന്ത എന്ന് പറയുന്നത് ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ എല്ലാവരുടെയും കൂടി അഭിപ്രായത്തിന് യോജിച്ച് പോവുക എന്ന് പറയുന്നത്. അതേസമയം ഇപ്പം നമ്മളെ ഈ വൾണറബിലിറ്റി നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും. മുമ്പ് നമ്മൾ കേട്ടിരിക്കുന്നതിനേക്കാളിലും കണ്ടിരുന്നതിനേക്കാളിലും ന്യൂസുകൾ ഇപ്പം അറിയുന്നുണ്ട്, ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പഴയ കാലത്ത് പ്രശ്നങ്ങളൊന്നും പലതും റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ടെക്നോളജി അത്രയും വികസിച്ചത് കൊണ്ട് എവിടെ എന്ത് നടന്നാലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതെല്ലാം നമ്മുടെ അടുത്തേക്ക് എത്തും. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സൂക്ഷിക്കും. എന്നിട്ട് നമ്മൾ ലോകത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാക്കും. ലോകം വളരെ ഡേഞ്ചർ ആണെന്ന്. ആ രൂപത്തിൽ നമ്മൾ വളരെ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പൊ ഈ സമയത്തും നമ്മൾ കുട്ടികളിൽ അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മീനാക്ഷി മാമും ഇവിടെ പറഞ്ഞത്. അവർക്ക് കുട്ടികൾക്ക് അവരുടെ വേൾഡ് നേവിഗേറ്റ് ചെയ്യാൻ അവർക്കും എന്തൊക്കെയോ റോൾ ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. എന്റെ ലോകം മാനേജ് ചെയ്യാൻ എനിക്കും കഴിവുണ്ട്, അല്ലാണ്ട് എന്റെ പാരന്റ്സ് എന്തൊക്കെയോ ചെയ്യുന്ന അതനുസരിച്ച് മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് അവർക്ക് മാറണം. കാരണം പിന്നെ അവരെ നമ്മൾ എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മളെ ഓരോ വിഷയത്തിലും നമ്മൾ ഡിപ്പെൻഡന്റ് ആയി വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നമുക്ക് അവരെ ഇൻഡിപെൻഡന്റ് ആക്കാൻ കഴിയുക? അപ്പൊ ഈ ഒരു നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഈ ഓട്ടോണമി ഡെവലപ്പ് ചെയ്യുക, അവർക്ക് സ്വാശ്രയത്വം നൽകുക, അവർക്ക് അവരുടെ ലൈഫ് നേവിഗേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാക്സിമം നമ്മൾ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ നമ്മൾ നേവിഗേറ്റ് ചെയ്യണം, ഓട്ടോണമി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴും അതൊരു അബ്സ്ട്രാക്ട് ലെവലിലേ ആവുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞെല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാടൊന്നും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല, കാരണം ഇതൊരു ആശയം മാത്രമാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഓട്ടോണമി ചെയ്യാം? ആ ഹൗ പാർട്ട് എന്ന് പറയുന്നത് പൊതുവെ പാരന്റിങ് ക്ലാസ്സിലൊന്നും നമുക്ക് അവൈലബിൾ അല്ലാത്തൊരു കാര്യം അതാണ്. ഈ ഹൗ പാർട്ട് കിട്ടുന്നില്ല, നമുക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടും. അപ്പൊ ഈ ഹൗ പാർട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. എങ്ങനെ നമുക്ക് കുട്ടികളിൽ സ്വാശ്രയത്വം കൊണ്ടുവരാം, കുട്ടികളിൽ നമുക്ക് അവരെ എങ്ങനെ നമുക്ക് സ്വയം ഡിപ്പെൻഡന്റ് അല്ലാണ്ട് ഗ്രാജുവലി അവരെ നമുക്ക് എങ്ങനെ ഇൻഡിപെൻഡന്റ് ആക്കാം. ഇപ്പം നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് കളക്ടിവിസ്റ്റിക് അപ്രോച്ച് ആണ്. വെസ്റ്റേൺ കൾച്ചർ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണ്. അപ്പൊ നമ്മുടെ ഈ കളക്ടിവിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് തന്നെ ഞാനും എന്റെ ഫാമിലി എല്ലാം കൂടിയാണ് എന്റെ ഞാൻ എന്നുള്ള ഡെഫിനിഷന്റെ അർത്ഥം തന്നെ. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല. അപ്പൊ ഈ ഒരു കൾച്ചറിൽ നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് ഡിപ്പെൻഡ് ആക്കും. അത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു കടമ പോലെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, ഈ കളക്ടിവിസ്റ്റിക് നേച്ചർ കാരണം. പക്ഷെ അത് കുട്ടികളിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും. ഈ ഓട്ടോണമി എന്ന് പറയുന്നത്, കുട്ടികളിൽ സ്വാശ്രയത്വം ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂമാണ്. ഒരു ഇൻഫന്റിനെ സംബന്ധിച്ചിടത്തോളം, ജനിച്ചു വീണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻ റിയാലിറ്റി 100% ഡിപ്പെൻഡന്റ് ആണ്. ആ കുട്ടി കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങുമ്പോ അവന്റെ ടോയ്സ് ഒക്കെ ഗ്രാസ്പ് ചെയ്യാൻ തുടങ്ങും. ഗ്രാജ്വലി ഇൻഡിപെൻഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു 2 വയസ്സായി നടക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി അവന്റെ നേച്ചർ നേവിഗേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അഡോളസന്റ് ഏജിൽ എത്തുമ്പോൾ ക്രിട്ടിക്കലി ചിന്തിക്കാൻ കഴിയുമ്പോൾ വീണ്ടും അവരുടെ ഓട്ടോണമി കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആവും. അപ്പൊ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് അവരുടെ ഓട്ടോണമി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ എങ്ങനെയാണ് ഈ ഓട്ടോണമി നമുക്ക് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത്? നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, നമ്മുടെ കുട്ടികളിൽ ഈ സ്വാശ്രയത്വം വളർത്തുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രൊട്ടക്റ്റീവ് പാരന്റിങ് നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം പല രൂപത്തിലുള്ള റിയൽ ഡേഞ്ചേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. അതേസമയം അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കും വേണം. ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇടയ്ക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം.
അപ്പൊ ഈ എങ്ങനെയാണ് നമ്മൾ കുട്ടികളിൽ ഓട്ടോണമി ഡെവലപ്പ് ചെയ്യുക? അതിനുള്ള പ്രധാനമായിട്ടുള്ള മാർഗം ലെറ്റ് ദി ചൈൽഡ് ടേക്ക് ഡിസിഷൻ. കുട്ടികളെ തീരുമാനം എടുക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം കല്യാണത്തിന് പോകുന്ന സമയത്ത് എന്നാ ഇന്ന് നീ ഈ ടീഷർട്ട് ഈ പാൻറ്റുമാണ് ഇടുന്നത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് പകരം ലെറ്റ് ദി ചൈൽഡ് ടേക്ക് ഡിസിഷൻ. കുട്ടി തീരുമാനം എടുക്കട്ടെ. എന്താണ് കാരണം? യു വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി വെൻ യു ആർ ദി പേഴ്സൺ ഹു ടുക്ക് ദി ഡിസിഷൻ. തീരുമാനം എടുത്തത് നമ്മളാണെങ്കിൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. അപ്പൊ കുട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് എന്തായാലും അത് കുട്ടി തന്നെ ഏറ്റെടുക്കും. അതിന്റെ അർത്ഥം അവന്റെ ലോകം അവന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുട്ടികളെ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത്. എന്താ തീരുമാനം എന്ന് പറഞ്ഞാല് ഗിവ് ദി ചൈൽഡ് ചോയ്സ്, എ ചോയ്സ് ടു ടേക്ക് ഡിസിഷൻ. കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കുക. കുട്ടികളുടെ മുമ്പില് തീരുമാനം എടുക്കുമ്പോൾ അവർ എന്ത് തീരുമാനവും എടുക്കാൻ സാധ്യമല്ലല്ലോ. കാരണം അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 2 ചോയ്സ് വേണം. എന്നാലേ തീരുമാനം എന്ന് പറയുന്ന പ്രോസസ്സിന് അവിടെ പ്രാധാന്യമുള്ളൂ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമുക്ക് കുട്ടിയോട് പറയാം, മോന് ഒന്നിരിക്കൽ ഈ ജീൻസും ടീഷർട്ടും ഇടാം, അതല്ലെങ്കിൽ ഈ ട്രൗസറും കുപ്പായവും ഇടാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2, 3, 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് വാട്ട് യു പ്രിഫർ എന്ന് ചോദിച്ചിട്ട് കുട്ടിയെ കൊണ്ട് സെലക്ഷൻ പ്രോസസ്സ് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കുട്ടി തീരുമാനം എടുക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് രാവിലെ കുട്ടികൾ എണീക്കാതിരിക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? കുട്ടിയോട് ടൈം കൊടുക്കുക. മോന് 8 മണി ആവുമ്പോഴേക്ക് ബസ് വരും. അപ്പം രാവിലെ ഒരു 6 മണിക്ക് എണീക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു 6:30ക്ക് ഇല്ലെങ്കിൽ 7 o'clockനെങ്കിലും എണീക്കേണ്ടി വരും. എപ്പോഴാ മോനെ എണീക്കാൻ പറ്റുക? ഒരു 3 ചോയ്സ് നമ്മൾ കൊടുക്കുക രാവിലെ എണീക്കുന്ന സമയത്തിന്. 6 മണിക്ക്, അല്ലെങ്കിൽ 6:30ക്ക്, അതല്ലെങ്കിൽ 7 മണിക്ക്. എന്നിട്ട് ആ മോൻ പറയാണ്, ഞാൻ ഒരു 6:30ക്ക് എണീക്കാം അല്ലെങ്കിൽ 7 മണിക്ക് എണീക്കാന്ന് പറയുമ്പോൾ ഗുഡ്, എന്നാ ഞാൻ 7 മണി ആവുമ്പോ നിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ കുട്ടിയെ വിളിക്കുന്ന സമയത്ത് മോൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 മണിക്ക് എണീക്കാന്ന്. വീണ്ടും വേണമെങ്കിൽ നമുക്ക് ചോയ്സ് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി ഉറങ്ങണോന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ പ്രശ്നം അതോടുകൂടി സൊല്യൂഷൻ ആവും എന്നല്ല. നമ്മൾ ഡിസിഷൻ, ആ കുട്ടിക്ക് ഉത്തരവാദിത്വം കൂടും എണീക്കാനുള്ള. സാധാരണയിൽ നിന്നൊരു വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ചില കാര്യങ്ങളിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളിൽ ഓപ്ഷൻ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാം. കുട്ടികൾ സ്വയം അവരുടെ ചോയ്സ് സെലക്ട് ചെയ്യാനും ചൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് കൊടുക്കുക. അങ്ങനെ ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് അവരിൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക. ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോണമി ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്ഡ് ആവും. അങ്ങനെ അവരൊരു സ്വാശ്രയത്വം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോയി കഴിഞ്ഞാലും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതല്ല എല്ലാം നമ്മൾ ചെയ്തു കൊടുത്താൽ അവർക്ക് ആ ഡിപ്പെൻഡൻസി ആയിട്ട് തന്നെ അവർ ജീവിക്കേണ്ടി വരും. എവിടെ പോയി കഴിഞ്ഞാലും വേറെ ആരോ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്തു തരും. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ തീരുമാനം എടുത്താൽ ശരിയാവില്ല, വേറെ മറ്റുള്ളവരൊക്കെ തീരുമാനം എടുക്കാൻ കഴിവുള്ളവരാണ്, എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഈ കുട്ടികൾ എത്തും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഡിസിഷൻ മേക്കിങ്ങും ഓട്ടോണമിയും കുട്ടികളിൽ വളർത്തിയെടുക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ പ്രൊട്ടക്റ്റീവ് പാരന്റിങ്ങിനെ ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. നമ്മുടെ സമയം അത്യാവശ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ്? ഹലോ സർ, യെസ്, അങ്കിത ഞാൻ പറയൂ. ചന്ദ്രലേഖ. ചന്ദ്രലേഖ പറയൂ. സാർ പറഞ്ഞ കാര്യങ്ങള് ഇത് പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ നിറയെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ വീട്ടിലുള്ള സമയത്ത് അവരെ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല. അപ്പൊ അത് അങ്ങനെയുള്ള കുട്ടികൾ ഒരു പ്ലേറ്റ് കഴുകാനോ ഗ്ലാസ് കഴുകാനോ അനുവദിക്കൂല്ല.
അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനോ ഒന്നും ചെയ്യില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഡolescent പീരീഡിൽ ഒരു കോളേജിൽ പോയി ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് അവരെല്ലാം കൂടെ വല്ലാത്ത ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാതെയും അവരുടെ ഓട്ടോണമി നമ്മൾ വന്ന് അഫക്റ്റ് ചെയ്യുന്നതും പിന്നെ അവരുടെ ലൈഫ് നാവിഗേഷൻ എങ്ങനെ പോകുന്നുള്ള ആ ഒരു ചിന്തയും ഇല്ലാതെയാണ് പാരന്റിങ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിനെ ഒന്ന് മാറ്റിയെടുത്താലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു അബ്രാഡ് പോകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഇനിയും കുറച്ചും കൂടെ ഇംപ്രൂവ് ആകണം. മോനോ മോളോ അബ്രോഡ് പോയി പഠിക്കണം, നല്ലതായിട്ട് വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ബട്ട് അതിന് നമ്മൾ തയ്യാറെടുപ്പ് എന്താ ചെയ്യണം എന്നുള്ളത് പാരന്റ്സ് ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ സർ, താങ്ക് യു. ചന്ദ്രലേഖ, യു ആർ റൈറ്റ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട് നമ്മുടെ കുട്ടികളെ കുറിച്ച്. അവര് പുറത്ത് പോയി പഠിക്കണം, അവര് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകണം, IIT-കളിൽ പോകണം, NIT-കളിൽ പോകണം, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പോകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അവരെ ഓട്ടോണമസ് ആയിട്ട് വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കുട്ടികൾ നന്നായിട്ട് സഫർ ചെയ്യും. പിന്നെ അവര് എക്സാംസ് ഒക്കെ എഴുതും, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അവര് നല്ല റാങ്ക് വാങ്ങും. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്തുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരുന്ന സമയത്ത് അവർക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും സൂയിസൈഡൽ തോട്ട്സും എല്ലാം വരാൻ തുടങ്ങും. കാരണം അവർക്ക് മറ്റുള്ളവര് ചെയ്തു കൊടുത്ത് ജീവിച്ചേ പരിചയമുള്ളൂ. നേരത്തെ മീനാക്ഷി മാം പറഞ്ഞതുപോലെ ആ ഒരു നമ്മുടെ ആ ഒരു ആങ്സൈറ്റി കാരണം അവരെ വളരെ കൃത്യമായ ഒരു ചട്ടക്കൂട്ടിൽ വളർത്തിയത് കൊണ്ട് പിന്നെ അങ്ങ് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മളൊക്കെ പ്രിപ്പയർഡ് ആവണം. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, നല്ല പാരന്റിങ്. ഇനി നമ്മൾ ഈ പാരന്റിങ് പഠിച്ച് ചെയ്യേണ്ട കാലാണ്. പഴയ കാലത്ത് നമുക്ക് അത് ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ദർ വാസ് നോ ജനറേഷൻ ഗ്യാപ്പ്. നമ്മള് ചെറുപ്പത്തിലായിരുന്നപ്പോ നമ്മളും നമ്മുടെ പാരന്റ്സ് ഒക്കെ ഏകദേശം ഒരു ജനറേഷനിൽ തന്നെ ആയിരുന്നു. എന്നിട്ട് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തുനിന്ന് പഠിച്ച ആ പാരന്റിങ് ഈ പുതിയ ജനറേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് തമ്മിൽ മാച്ച് ആവില്ല. അപ്പൊ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഒരുപാട് നല്ല പുസ്തകങ്ങളും ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് ഈ വിഷയത്തിൽ കിട്ടും. നമുക്ക് കുറെ വായിക്കാം, വായിച്ചു പഠിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഐഫർ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത്. കാരണം ഈ സൈക്കോളജി ഒരു എന്താ പറയാ വളരെ വൈഡ്ലി അവൈലബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. സൈക്കോളജി എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ടോപ്പിക് ആയിരുന്നു ആദ്യത്തിൽ. അതേസമയം ഇപ്പം അത് ഫോർ എ കോമൺ മാൻ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഐഫർ ഒക്കെ ഈ സൈബ്രിഡ്ജ് പോലെയുള്ള പ്രോഗ്രാംസിലൂടെ ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസിനൊക്കെ നമുക്ക് ഈവൻ ഐഫറിന്റെ സപ്പോർട്ടോട് കൂടി ഇനിയും പാരന്റിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ എവിടെയും ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ കിട്ടിക്കഴിഞ്ഞാലും അത് യൂസ് ചെയ്യുക, നന്നായിട്ട് വായിക്കുക, നമ്മൾ പ്രിപ്പയർഡ് ആവുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒരു കുട്ടി, ആ കുട്ടിയുടെ പാരന്റ്സ് അപ്ഡേറ്റഡ് ആണെങ്കിൽ അവർക്ക് പാരന്റ്സ് മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ നല്ല ധൈര്യമായിരിക്കും. അവർക്ക് ഭയങ്കര പ്രൗഡ് ആയിരിക്കും അവരുടെ പാരന്റിനെ കൊണ്ടുപോകുന്നത്. അതെല്ലാം ഒരു റിയാലിറ്റിയാണ്. നമ്മൾ അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ മുമ്പിൽ വെട്ടിത്തരം പറഞ്ഞു പോകും. അപ്പൊ പറ്റുന്ന അത്രയും നമ്മൾ അപ്ഡേറ്റഡ് ആവുക. ഒരുപാട് അവൈലബിലിറ്റി, ഇന്ന് റിസോഴ്സസ് അവൈലബിൾ ആണ്. പക്ഷെ അതേസമയം നേരത്തെ നമ്മുടെ മീനാക്ഷി മാം തന്നെ പറഞ്ഞതുപോലെ നമുക്കൊരു ആ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറ്റങ്ങളോടുള്ള വിമുഖത നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ ഡോഗ്മാറ്റിക് ആയി കഴിഞ്ഞാൽ, എന്റെ തത്വം ശരിയാണെന്നുള്ളതിൽ നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നഷ്ടം വരുന്നത് നമ്മുടെ മക്കൾക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആവുക, പഠിക്കാൻ തയ്യാറാവുക, അപ്ഗ്രേഡഡ് ആവുക, എന്നിട്ട് ഈ ന്യൂ ജനറേഷനെ വളരെ സന്തോഷത്തോടെ ലീഡ് ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. ഹലോ സർ. യെസ്, സുബിത. സർ, എനിക്കൊരു ഫീഡ്ബാക്ക് പോലെയാണ് പറയാനുള്ളത്. ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം പാരന്റിങ്ങിനെ കുറിച്ച് അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ പാരന്റ് ആയിട്ടില്ല, പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കാരണം നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്റെ ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട്,
നീ ഒരുപാട് സ്ഥലങ്ങളിൽ പോണു, ഒരുപാട് ട്രാവൽ ചെയ്യണു, ഇപ്പോഴും ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊക്കെ പാരന്റ്സ് ആയി, ഇനി ഒന്നുമില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ശരിക്കും അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരന്റിങ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി വലിയൊരു ടാസ്ക് ആണ് ആ കുട്ടീനെ നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ സാറ് പറഞ്ഞ 2-3 കാര്യങ്ങള് എനിക്കും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്സ് ആണ്. ഒന്ന്, ഈ പറയുന്ന പോലെ കുട്ടിയുടെ ഒപ്പീനിയൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ, ചെറിയ വായിൽ വലിയ വർത്താനം പറയണ്ട, ഇത് നമ്മുടെ പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുട്ടീനെ പലപ്പോഴും ആ കുട്ടി പേടിക്കുകയാണ് അഭിപ്രായങ്ങൾ പറയാനായിട്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജെൻഡർ ഡിവിഷൻ ഉണ്ട്. അതായത് പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ, ആൺകുട്ടികൾക്ക് ഇമോഷൻസ് ഒന്നും പാടില്ല, അതായത് കരയരുത്, ഇങ്ങനെ ചിരിക്കാവുള്ളൂ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ബോധപൂർവം ചെയ്യുന്നതാവണം എന്നില്ല. നമ്മളുടെ ഒരു നമ്മുടെ വളർച്ചയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ആൻസർ ചെയ്യും എന്നുള്ളത് പാരന്റ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമായിരിക്കും. ഈ കുട്ടീനോട് നമ്മളിപ്പോ എന്താ പറയാ, അങ്ങനത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ നേരത്തെ ആരോ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, യൂണിറ്റി. അതായത് ആ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഒരാൾ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിരുദ്ധാഭിപ്രായം പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുക, ഓക്കെ, ഇന്ന ആള് പറയുന്നതിന് ഈ വീട്ടിൽ വലിയ വിലയൊന്നുമില്ല, അപ്പൊ നമ്മളും ആ രീതിക്ക് അയാളെ കണ്ടാ മതി എന്നുള്ളൊരു സാധനമൊക്കെ ആ കുട്ടിയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ആ കുട്ടിയുടെ ഏജിനനുസരിച്ച്, ആ കുട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് ഒരു പാരന്റ്, ഞാൻ പാരന്റ് ആണെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കാതെ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് നമ്മളും, കാരണം നമ്മൾ അതൊക്കെ കഴിഞ്ഞു വന്നതാണല്ലോ, നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്തു നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോ എക്സ്പീരിയൻസ് നമുക്കാണുള്ളത്. സോ നമ്മൾ താഴേക്കാണ് വരേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്രയും പേര് ഇത് അറ്റൻഡ് ചെയ്യണു. അപ്പോ തീർച്ചയായിട്ടും ഞാൻ ഒരു പെർഫെക്റ്റ് പാരന്റിങ് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് എപ്പോഴും പഠിക്കാനുണ്ട് പലതും. എന്നാലും എനിക്ക് ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ട് എന്നുള്ളൊരു രീതിക്ക് ഇത്രയും പേര് ഇവിടെ വന്നു. അപ്പൊ ഉറപ്പായിട്ടും നല്ലൊരു ജനറേഷനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തിൽ വന്നതാണല്ലോ. അപ്പൊ അത് ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നല്ല ക്ലാസ് ആയിരുന്നു. ഈഫറിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സർ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, ലൈക്ക് 90 കിഡ്സ് ആയാലും 20 കിഡ്സ് ആയാലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ലൈക്ക് എല്ലാവരും അല്ല, കോമൺലി കുറച്ച് പേരെങ്കിലും. കാരണം പേഴ്സണലി എനിക്കെന്നല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ കുറെ പേരുണ്ട്. എന്ന് വെച്ചാൽ 2 കുട്ടികളുള്ളപ്പോ, ഇല്ലെങ്കിൽ ട്വിൻസ് ആവാം, ഇല്ലെങ്കിൽ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആവാം, ഇവരെല്ലാവരിലും ചിലപ്പോൾ മൂത്ത കുട്ടിക്കാവാം, ഇല്ലെങ്കിൽ ഇളയ കുട്ടിക്കാവാം, തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മളെക്കാളും കൂടുതൽ അവരെയാണ് സ്നേഹിക്കുന്നത്, ഇല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ നമ്മളെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നം വരുന്നുണ്ട് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ. അപ്പം ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുന്നത്, അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചില കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല, പോട്ടെ എന്ന് പറയും. അത് ഒരു ലെവൽ ആകുമ്പോഴത്തേക്കിനും അവർക്ക് താങ്ങാൻ പറ്റാത്ത കുറെ ഇൻസിഡൻസ് വരുമ്പോഴത്തേക്കിനും അത് അവര് റിയാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്ന് പറയുമ്പോഴത്തേക്കിനും ആ റിയാക്ഷനിലൂടെ ഈ അഡൾട്ട് സ്റ്റേജിലൊക്കെ വരുമ്പം അവർക്ക് തിരിച്ച് വീണ്ടും ഒരു കണക്ഷൻ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവര് ഓട്ടോമാറ്റിക്കലി ആ പേരന്റിൽ നിന്ന് അകന്നു പോകും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ പേരൻസിനോടൊക്കെ, അല്ലെങ്കിൽ ആ കുട്ടികളോടായാലോ സാറിന് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കാൻ പറ്റുന്നത്? അതെ, എനിക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സബ്ജക്റ്റില്. ഞാൻ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ അതല്ലെങ്കിൽ നമ്മുടെ ടീം ഐഫർ ടീമിന് ഞാൻ അത് ഷെയർ ചെയ്യാം. അവർ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളൂ. എനിക്ക് തോന്നുന്ന ഈ പ്രോഗ്രാമിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അപ്പം അതില് പോസ്റ്റ് ചെയ്തോളും. കാരണം ഞാൻ ഇപ്പൊ അതിന് ആൻസർ പറയാനേ കുറെ സമയം നമുക്ക് വേണ്ടി വരും. ഇതിലൊരു ജസ്റ്റ് ഒരു ആൻസർ എന്ന് പറയുന്നത്, ഈ കുട്ടികളോട് നമ്മൾ എല്ലാവരോടും, എല്ലാ കുട്ടികളെയും നമ്മൾ അറ്റാച്ച്മെന്റ് എല്ലാവരോടും പ്രകടിപ്പിക്കുക എന്നുള്ളതും, പിന്നെ ഓരോ കുട്ടിയും, ഒരു കുട്ടി മാത്സിലാണ് നല്ല ഉഷാറ്, ഒരു കുട്ടി ചിത്രം വരക്കാനാണ് അവന് കഴിവ്, പക്ഷെ അവന് സ്കൂളിൽ കുറച്ച് പെർഫോമൻസ് കുറവാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഈ കുട്ടികളുടെ ടാലന്റ് ഡിഫറൻസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ ടാലന്റിനെയും നമ്മൾ ഒരു വലിയ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അപ്പൊ ഓരോ കുട്ടിക്കും തോന്നും പാരന്റിന് എന്നെയും ഇഷ്ടമാണ്, എന്നോടും ഒരുപാട് താല്പര്യമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് എത്തും.
അപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് കാണിക്കുക, പല രൂപത്തിലും സ്നേഹം പ്രകടിപ്പിക്കാൻ തയ്യാറാവുക. രക്ഷിതാക്കള് ഒരു എന്താ പറയാ പിശുക്ക് കാണിക്കാൻ പാടില്ല സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ. മക്കളെ കെട്ടിപ്പിടിക്കുക, മക്കളെ ഉമ്മ വെക്കുക, മക്കളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇത്തരം പ്രവണത നമ്മൾ എല്ലാ കുട്ടികളോടും അവരുടെ ആ ടാലന്റ് ഡിഫറൻസിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അപ്രീസിയേഷന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തോന്നും എനിക്കും ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട് എന്നുള്ളത് തോന്നും. ഞാൻ ഇപ്പൊ തൽക്കാലം അത്ര ചുരുക്കുകയാണ്, കാരണം നമ്മുടെ ടൈം കഴിഞ്ഞു, കുറെ പേരുള്ളതല്ലേ. അപ്പോ സർ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഡൗട്ട് ഉണ്ടായിരുന്നു. അതെ, ഞാൻ സിന്ധു. സിന്ധു ഒന്ന് പറയും. സിന്ധു കുറെ സമയം ചെയ്യുന്ന ഞാന് സ്കൂളിലെ പട്ടാമ്പിയുടെ സ്കൂളിലെ ടീച്ചറാണ്. അതെ. അപ്പൊ കുട്ടികളില് ഈ പാരന്റ്സ് വരുമ്പോ പറയണത് എന്താന്ന് വെച്ചാ ഈ മീഡിയയുടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. കുട്ടികൾക്ക് വീട്ടിലെത്തുമ്പോഴേക്കും വൈകിട്ട് വീട്ടിലെത്തിയ ഭക്ഷണമല്ല വേണ്ടത്, ആദ്യം ഫോണാ വേണ്ടത് പറയുമല്ലോ എപ്പോഴും. അപ്പൊ പിന്നെ അതിലും അപ്പുറം ചില കുട്ടികളും ഈ ഫ്രീ ഫയർ കളിച്ചിട്ടൊക്കെ സ്കൂളിൽ വരാതെ തന്നെ ഇരിക്കുന്നുണ്ട്. 2 ദിവസം വരും, പിന്നെ 1 ദിവസം വരില്ല. അപ്പോ നമുക്കും എത്ര കണ്ട് അതിന് ഇടപെടാൻ പറ്റും അറിയില്ല. കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനൊക്കെ പറയും. പക്ഷെ ചിലര് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ആവുമ്പോ അത്ര അതിന് പറ്റണില്ല. രക്ഷിതാക്കൾക്കും ഇവരോട് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. കുട്ടി വേറെ എന്തെങ്കിലും ചെയ്യോ പിടിച്ചു വെച്ചാല് എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയുണ്ട്. അങ്ങനെയൊക്കെ ഇത് ഭയങ്കര ഒരു കുറെ 1-2 കുട്ടികളിലല്ല, കുറേ കുട്ടികളിൽ അത് വരുന്നു. അതേപോലെ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നഖം വളർത്തുക, മുടി വളർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു ശീലങ്ങള് അങ്ങനെയൊക്കെ. അപ്പോ എങ്ങനെയാ കുട്ടികളോട് ഇടപെടേണ്ടെന്നറിയില്ല. 2 ദിവസം വന്നാൽ പിന്നെ 1 ദിവസം വരില്ല. അപ്പൊ ഞാൻ പറയും ഇനി വരണം, നീ എന്തായാലും വാ എന്നൊക്കെ നല്ലതില് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതങ്ങോട്ട് അവർക്ക് ഏശുന്നില്ല. അതെ, ഇത് ഇപ്പൊ ഈ കുട്ടികളിലുള്ള ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു സോഷ്യൽ മെനേസ് ആണ്. അത് നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഡീൽ ചെയ്യാൻ കഴിയും. നമ്മളത് എന്താ പറയാ ലേൺ ചെയ്തെടുക്കുക, എങ്ങനെ ഇത് മാനേജ് ചെയ്യും എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് ഇപ്പം ഞാൻ അതിനൊരു ആൻസർ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വല്ലാണ്ട് നീണ്ടുപോകും. എന്നാലും നമുക്ക് സ്നേഹത്തോടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ലിമിറ്റ് സെറ്റിംഗ് എന്നാണ് നമ്മൾ അതിന്റെ സൈക്കോളജിയിൽ പറയാം. ലിമിറ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞാല് കർശന നിലപാടല്ല, നേരത്തെ പറഞ്ഞ പോലെ കൊളാബറേറ്റീവ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്തിട്ട് നമ്മള് നമ്മുടെ അറ്റാച്ച്മെന്റ് കുട്ടികളോട് കാണിച്ച് നമ്മുടെ സ്നേഹം ഒരു ടൂളായി എടുത്തിട്ടാണ് നമ്മൾ ഇത് ഡീൽ ചെയ്യേണ്ടത്. അല്ലാതെ കർശന നിലപാട് പുലർത്തിയത് കൊണ്ട് ഒരിക്കലും നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അത് കൂടുതൽ വഷളാവുകയേ ചെയ്യുള്ളൂ. കാരണം ഈ റിബല്ലിയസ് മൈൻഡും കൂടി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തും ചെയ്യാൻ കഴിയും. കുട്ടികൾക്ക് ഹൈഡ് ചെയ്ത് ചെയ്യാൻ അവർ കൂടുതൽ പ്രൊഫഷണൽ ആയി മാറും നമ്മൾ അവരോട് കർശന നിലപാട് പുലർത്തി കഴിഞ്ഞാൽ. അപ്പൊ അതിന് പകരം നമ്മൾ ഒരു സ്നേഹവും അറ്റാച്ച്മെന്റും ഡെവലപ്പ് ചെയ്തിട്ട് അതിലൂടെ ഇത് ഡീൽ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഇനി ഇങ്ങനെയുള്ള ചില ടോപ്പിക്സിൽ നമുക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ സൈബ്രിഡ്ജ് ടീമിനോട് ചോദിക്കാം. പലപ്പോഴും ഞങ്ങൾ പാരന്റിങ് വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്. അതൊരു 4 days 5 days ഒക്കെ വർക്ക്ഷോപ്പ് പാരന്റ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിലും ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാറ്റ്ഫോംസ് നമ്മുടെ സൈബ്രിഡ്ജിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ കുട്ടികള് ഈ കൗൺസിലിങ്ങിന് പോകുക എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണ്. പക്ഷെ അതേസമയം കൗൺസിലിംഗ് അവൈലബിലിറ്റി ആണ് വലിയൊരു പ്രോബ്ലം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചില ആളുകളൊക്കെ അത്ര സാമ്പത്തികമായിട്ട് കഴിവുള്ളവരാവില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ കോളേജിലേക്കും മറ്റും റെഫർ ചെയ്യാന്നുള്ളത് ഒരു സൊല്യൂഷൻ ആണ്. ഇപ്പൊ ചൈൽഡ് ഗൈഡൻസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒരു യൂണിറ്റ് ഉണ്ടാവും. ഒന്നിരിക്കും അതിന്റെ പേര് ചൈൽഡ് ഗൈഡൻസ് സെന്റർ എന്നായിരിക്കും ചില മെഡിക്കൽ കോളേജിൽ, അതല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ അഡോളസൻസ് ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികളെ അവരെ എന്റർടൈൻ ചെയ്യും. അത് എല്ലാ മെഡിക്കൽ കോളേജിലും പൊതുവെ നല്ലൊരു എക്സലന്റ് ടീമാണ് അത് ലീഡ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ഉള്ള കുറച്ച് കോണ്ടാക്റ്റുകൾ ആസ് എ ടീച്ചർ പ്രത്യേകിച്ച് സ്കൂൾ അതോറിറ്റികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഇങ്ങനെ പേയ്മെന്റ് ചെയ്ത് കൗൺസിലിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് ഇത്തരം ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മള് സർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മള് പൊതുവെ പാരന്റിങ് മിസ്റ്റേക്സ് ചെയ്ത ആൾക്കാർക്ക്
ഇപ്പം ചിലപ്പോൾ എന്താ പറയാ ട്രോമ ഉണ്ടാവും, പാസ്റ്റ് ട്രോമ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കും, ചിലപ്പോൾ അവരായിരിക്കും ബ്രെഡ് വിന്നർ. അപ്പൊ നമ്മൾ സെഷൻസിൽ നമ്മൾ ടെക്നിക്സ് പറഞ്ഞു കൊടുത്താലും ചില ആൾക്കാർക്ക് അത് കൺസിസ്റ്റന്റ് കീപ്പപ്പ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആവും. ചിലപ്പോൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഡെയിലി ബേസിസിൽ ഇൻ കേസ് അവർ അടിച്ചു, അല്ലെങ്കിൽ ഇൻ കേസ് അവർ കുട്ടിയുടെ മുമ്പിൽ എന്തെങ്കിലും എറിഞ്ഞു, ഇങ്ങനത്തെ സമയത്ത് റിപ്പയറിങ് എങ്ങനെയാ പോസിബിൾ എന്നുള്ള ഒരു സിമ്പിൾ വേയിൽ അവർക്ക് ഡേ ടു ഡേ ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ജനറലി കണക്ഷൻ ടൈം കൂട്ടുക അങ്ങനെയൊക്കെയാ പറയുന്നത്. പക്ഷെ എല്ലാ പാരന്റ്സും ഓൺലി ബ്രെഡ് വിന്നർ ആകുമ്പോൾ അവർക്കത് പോസിബിൾ ആവില്ല ചില സമയത്ത് കിട്ടുന്ന ഒരു ടൈം. അപ്പം വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഒരു സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും 1-2? ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ പ്രധാനമായിട്ടും ആ പാരന്റിന് നല്ല മെന്റൽ ഹെൽത്ത് ഇന്റർവെൻഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്, അതിന്റെ ലോങ് ടൈം സൊല്യൂഷൻ. കാരണം ലൈക്ക് ആസ് എ കൗൺസിലർ നമുക്കറിയാം ഒരുവിധം പ്രോബ്ലംസ് എല്ലാം നമുക്ക് കൗൺസിലിങ്ങിലൂടെയും മെന്റൽ ഹെൽത്ത് ഇന്റർവെൻഷൻസിലൂടെയും കൊളാബറേറ്റീവ് ആയിട്ട് സൈക്കാട്രിസ്റ്റും ആയിട്ടും ഗൈനക്കോളജിസ്റ്റും ആയിട്ടൊക്കെ കൊളാബറേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പാരന്റിനെ നമ്മൾ രക്ഷപ്പെടുത്തുക, അവരുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡീൽ ചെയ്യാൻ അവരെ അല്ല സാർ, അങ്ങനെ അവർ പ്രാപ്തമാക്കുക. ഡീൽ ചെയ്യുന്ന പാരന്റ്സ് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് ആണെങ്കിൽ അവർ ഡീൽ ചെയ്യുന്ന, പക്ഷെ തെറാപ്പി നമുക്ക് അറിയാലോ, ഈ ട്രീറ്റ്മെന്റ് മെഡിക്കൽ ഇതൊക്കെ ടൈം ബൗണ്ട് ആയിട്ടുള്ള കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ് ആണല്ലോ. അതെ അതെ. അപ്പൊ ഈ ഒരു ഇതിന്റെ ടൈം പ്രോസസ്സിലൂടെ അവർ കടന്നുപോയി അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് അവരുടെ പാരന്റ് ഈ കുട്ടികളിലുള്ള നമുക്ക് പരമാവധി ട്രോമ പ്രിവെന്റ് ചെയ്യാൻ കുട്ടികളിൽ സംഭവിക്കുന്ന ഈ ഓൺ ദി പ്രോസസ് ഇറ്റ്സെൽഫ്, ലൈക്ക് ഈ പാരന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ പാരന്റിന്റെ കുട്ടിക്ക് ഒരു ട്രോമ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അവർക്ക് സജഷൻസ് ഒക്കെ കൊടുക്കാം. പ്ലസ് ഈ പാരന്റ് പുറത്തു വരിക എന്നുള്ളത് തന്നെയാണ് ലോങ് ടൈം സൊല്യൂഷൻ. അങ്ങനെ ഈ പാരന്റ് ഇപ്പൊ സാധാരണ രൂപത്തിൽ ഒരു 3 months ഇന്റർവെൻഷൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാള് ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തും, ഈവൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തി ഈ കുട്ടിക്ക് പഴയ ട്രോമാസ് ഉണ്ട് എങ്കിൽ ഒരു റീപാരന്റിങ് ആണ് അവിടെ ആവശ്യമുള്ളത്. ഈ റീപാരന്റിങ് എന്നുള്ളതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പഴയ കാലത്തുള്ള നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് അനുസരിച്ച് പലപ്പോഴും ആ ട്രഡീഷണൽ സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് അനുസരിച്ച് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് റിവേഴ്സ് ആവാൻ. അതേസമയം ഇപ്പൊ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ റീപാരന്റിങ് എന്ന് പറയുന്നത്, റീഡിസിഷൻ എന്ന് പറയുന്നത് ലൈഫിൽ എപ്പോഴും പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാരന്റ് ആ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്ന് പുറത്തു വരികയും ആ പാരന്റിനെ നമ്മൾ എക്യുപ്ഡ് ആക്കുകയും ചെയ്തു കഴിഞ്ഞ് ഈ കുട്ടിക്ക് ഒരു നല്ല റീപാരന്റിങ് അവൈലബിൾ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ അത് രക്ഷപ്പെടുത്താൻ കഴിയും. പിന്നെ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ വളരെ എൻജോയ് ചെയ്തു ഈ ഒരു സെഷന്. കാരണം ഞാൻ എന്റെ ആ ഒരു ടൈറ്റില് വളരെ മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു, ലെറ്റ്സ് ടോക്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഫസ്റ്റ് സ്ലൈഡ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെയാണ് ചെയ്തത്. ഞാൻ ക്ലാസ് എടുക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഗുഡ്, വളരെ എനിക്ക് സന്തോഷമായി. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ടേക്ക് ഹോം ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഞാനും എന്തൊക്കെയോ ലേൺ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വീണ്ടും മറ്റെന്തെങ്കിലും സെഷനിൽ കാണാം. സമയം കുറച്ചായതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു എവരിവൺ. Thank you so much, sir. Yes. So advanced സ്റ്റഡീസും ചേർന്ന് നടത്തിയ ഒരു വെബിനാർ നിങ്ങളുടെ ചാറ്റ് ബോക്സിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ആക്ഷനിലൂടെയും നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് എവറിബഡി ഫോർ ജോയിനിങ്. ആൻഡ് സർ നമ്മുടെ സൈബ്രിഡ്ജ് കോഴ്സിനെ പറ്റി മെൻഷൻ ചെയ്തായിരുന്നു. സോ ഞാൻ കോഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വരാം. നമ്മളുടെ സൈക്കോളജി സ്റ്റുഡൻസിൽ ഉണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സ് ആയിരിക്കും. സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. ആ തിയറീസ് നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് സോ നമ്മൾ തിയറി പ്രാക്ടീസ് തമ്മിലുള്ള ഒരു ബ്രിഡ്ജിനെ ആ ഒരു ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഈ ഒരു സൈബ്രിഡ്ജ് എന്ന് പറയുന്ന കോഴ്സ്. നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് മെന്റൽ ഡിസോർഡേഴ്സ്
മാനേജ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, മാനേജ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു കോഴ്സാണ് കോഴ്സ്. അതുപോലെ തന്നെ സൈബ്രിഡ്ജ് കോഴ്സിന്റെ ഭാഗമായിട്ട് ഡിസ്റ്റൻസ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓഡിയൻസിൽ നമുക്ക് ഒരുപാട് പാരന്റ്സും ഉണ്ട്. ഇപ്പൊ സാറ് മുന്നേ മെൻഷൻ ചെയ്ത പോലെ തന്നെ പാരന്റിങ്ങിലുള്ള ക്ലാസ്സസും നമ്മൾ ഫ്യൂച്ചറിൽ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ്. സോ നമ്മുടെ കൂടുതൽ കോഴ്സസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ നമ്പർ ഞാൻ എന്റെ ചാറ്റ് ബോക്സിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഞാൻ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തവർക്ക് നമ്മൾ 15% ഓഫ് നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ അറിയിക്കുകയാണ്. സോ യെസ്, സോ ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ലെഫ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ സ്പീഡപ്പ് ആക്കുന്നത്. യെസ്, സോ ഞാൻ എന്റെ നമ്പർ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. സോ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ താങ്ക് യു സോ മച്ച് എവറിബഡി. താങ്ക് യു സോ മച്ച് മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഫോർ കൊളാബറേറ്റിംഗ് വിത്ത് സൈബ്രിഡ്ജ്. അതുപോലെ തന്നെ ഷൗക്കത്ത് അലി സാറിനും ഒരുപാട് താങ്ക് യു. ആൻഡ് താങ്ക് യു എവറിബഡി ഫോർ ജോയിനിങ്. ആൻഡ് യെസ്, താങ്ക് യു.